നമസ്കാരം. രാജ്യത്തെ ജനങ്ങളുടെ അന്തസ്സിനെ മുറിവേൽപ്പിക്കുന്ന, റിപ്പബ്ലിക്കിന്റെ ഹൃദയത്തെ തകർക്കുന്ന, രാജ്യത്തിന്റെ മതേതര ഘടനയെ ഇല്ലാതാക്കുന്ന ഗുരുതരമായ കുറ്റമാണ് വിദ്വേഷ പ്രസംഗം. വിദ്വേഷ പ്രസംഗത്തിൽ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ച ശേഷം ജസ്റ്റിസുമാരായ KM ജോസഫും BV നാഗരത്നയും പറഞ്ഞതാണ്, സംസ്ഥാനങ്ങൾ പരാതിയില്ലെങ്കിലും ഇത്തരം സംഭവങ്ങളിൽ കേസെടുക്കണം. കേസെടുക്കുന്ന കാര്യത്തിൽ മതപരമായ വിവേചനം കാണിക്കരുത്. ടെലിവിഷൻ ചാനലുകളിലെ വിദ്വേഷ പ്രചാരണത്തിന് നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് ഡിജിറ്റൽ സ്റ്റാൻഡേർഡ് അതോറിറ്റി ആങ്കർമാർക്കെതിരെ നടപടി സ്വീകരിക്കണം. പോലീസ് കേസെടുത്താൽ മാത്രം പോരാ, നിയമ നടപടിയുമായി മുന്നോട്ട് പോകണം. ഇത് പാലിച്ചില്ലെങ്കിൽ കോടതിയെ ലക്ഷ്യമായി കണക്കാക്കും. ഈ പറഞ്ഞ മാർഗനിർദ്ദേശങ്ങളുടെ എല്ലാം ലംഘനമാണ് PC ജോർജ് ഒരു ടെലിവിഷൻ ചാനൽ നടത്തിയ വിദ്വേഷ പ്രസംഗത്തിൽ ഉണ്ടായത്. പരാതി ലഭിക്കും വരെ കേസെടുത്തില്ല, കേസെടുത്തിട്ടും ജാമ്യം തേടി കോടതികൾ തോറും അലയാൻ അവസരം നൽകി. ഹൈക്കോടതി പോലും ഇപ്പോൾ ജാമ്യം നിഷേധിച്ച് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും അറസ്റ്റിനെ പറ്റി ചിന്തിക്കുന്നേയില്ല പോലീസ്. PC ജോർജിനെ സർക്കാർ ഇനിയും അറസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. നമ്മോടൊപ്പം അതിഥികളായി മുസ്ലിം ലീഗ് വക്താവ് ഷാഫി ചാലിയം, ഇടത് സഹയാത്രികൻ റജി ലൂക്കോസ്, ക്രിസ്ത്യൻ കൗൺസിൽ പ്രതിനിധി കെന്നഡി കരിമിങ്കാല എന്നിവർ. ആദ്യം റജി ലൂക്കോസിലേക്ക്. റജി, ഇനി സുപ്രീം കോടതിയിലേക്ക് പോകാൻ അവസരമൊരുക്കുകയായിരിക്കുമോ സർക്കാർ? അല്ല അജിംസെ, PC ജോർജിനെ അറസ്റ്റ് ചെയ്യാൻ മടി കാണിക്കാത്തൊരു ഗവൺമെൻറ്റായത്. PC ജോർജിൻ്റെ മതവിദ്വേഷപരമായിട്ടുള്ള പരാമർശത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുകയും തിരുവനന്തപുരത്ത് നിന്ന് പോലീസ് അദ്ദേഹത്തിന് വീട് വളഞ്ഞത് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ ചരിത്രമൊക്കെ നമ്മുടെ മുമ്പിൽ അറിയാം. അതുകൊണ്ട് PC ജോർജിൻ്റെ തലോട് നിന്ന് പറഞ്ഞ വാക്ക് മാത്രം നിങ്ങൾ പിൻവലിക്കണം. PC ജോർജ് എന്നല്ല, ഏത് വമ്പനായാലും ഈ സർക്കാരിനെതിരെ യാതൊരു മടിയില്ല, അത് നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. പിന്നെ PC ജോർജ് ജാമ്യാപേക്ഷ നൽകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പം നമ്മളെ പലർക്കും ഉള്ളൊരു ആനുകൂല്യം പോലെ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തിട്ടില്ല. അതായത് ഹൈക്കോടതി ജാമ്യത്തിലിരിക്കുന്ന ഒരു കേസിൽ ആരെങ്കിലും അറസ്റ്റ് ചെയ്യുമോ? നമ്മുടെ മുമ്പിൽ തന്നെ ഒരുപാട് ഉദാഹരണം ഈ അടുത്ത കാലത്ത് തന്നെയുണ്ട്. ഇപ്പോൾ നടൻ സിദ്ദിഖ്, അങ്ങനെ ഒത്തിരി പേരുടെ ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് PC ജോർജിനോട് എന്തെങ്കിലും രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ നിയമപരമായിട്ടോ എന്തെങ്കിലും വിട്ടുവീഴ്ച ഇടതുപക്ഷ ജനാധിപത്യത്തിനോട് സർക്കാർ കാട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു അതിക്രമമായിരിക്കും. അതിനെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. PC ജോർജിൻ്റെ വാക്കുകൾ ഇവിടെ ആരും അംഗീകരിക്കത്തില്ല. മനസാക്ഷിയുള്ള, മതേതരത്തിൽ വിശ്വസിക്കുന്ന, സൗഹാർദ്ദത്തിൽ വിശ്വസിക്കുന്ന, ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു ഒറ്റ വ്യക്തി പോലും ആ മനുഷ്യൻ്റെ ഒരു വാക്കുകൾ പോലും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. തന്നെയുമല്ല, പുള്ളി നിയമവ്യവസ്ഥയെ മാത്രമല്ല ഇന്ത്യൻ ഭരണഘടനയെ പോലും പുള്ളി ധിക്കരിച്ചിരിക്കുക. 2 കേസിൽ പുള്ളിക്ക് ജാമ്യമുണ്ട്. കോടതി കൊടുത്ത ജാമ്യ വ്യവസ്ഥയും ഈ ഭരണഘടനയോടൊപ്പം തന്നെ ഈ മനുഷ്യൻ ലംഘിച്ചിരിക്കുന്നു. ഇത് എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? സമാധാനാന്തരീക്ഷം ജീവിക്കുന്ന ഒരു കേരളത്തിൽ PC ജോർജിനെ പോലെ ഒരാൾ ഈ കേരളത്തിൻ്റെ അന്തരീക്ഷത്തിന് മുറിവേൽപ്പിക്കുന്ന രീതിയിൽ ഒരു വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളോട് പാകിസ്ഥാനിലേക്ക് പോടേ എന്നൊക്കെ പറഞ്ഞ് ഒരു ചാനലിൽ പൊതുസമൂഹം സംസാരിക്കാമെന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റും. ഞാൻ ഇദ്ദേഹത്തിന് ഈ വിഷയത്തിൽ ഞാൻ ഇതിനു മുമ്പ് ചാനൽ ചർച്ച പങ്കെടുത്തിട്ടുള്ള ആളാണ്. അദ്ദേഹം പണ്ട് എൻ്റെ ഒരു സുഹൃത്തായിരുന്നു, നല്ലൊരു സുഹൃത്തായിരുന്നു. അന്നൊക്കെ പുള്ളിയോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നു. മനുഷ്യരോടൊപ്പം നിൽക്കുന്ന, മനുഷ്യൻ്റെ ഭാഷ സംസാരിക്കുന്ന, ഗ്രാമീണ ശൈലി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു തനതായ ശൈലിയുള്ളൊരു വ്യക്തി എന്നുള്ളതിലേക്ക് നമുക്കൊക്കെ താല്പര്യമായിരുന്നു രാഷ്ട്രീയത്തിന് അതീതമായിട്ട്. പക്ഷേ അത് എല്ലാ രീതിയിലും തകർത്തെന്ന് പറഞ്ഞാൽ മാത്രമല്ല, കേരളത്തിൽ ഇന്ന് വരെ ഒരു രാഷ്ട്രീയ നേതാവും, ഇവിടെ പല മതവിദ്വേഷങ്ങൾ പറഞ്ഞിട്ടുള്ള പലരും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരിക്കലും പ്രയോഗിക്കാത്ത മതവിരുദ്ധത ഒരു സമൂഹത്തിന് നേരെ മനുഷ്യനെ കൊണ്ട് മറ്റൊരു സമൂഹത്തിനെ ശത്രുതകളാക്കത്തക്ക രീതിയിൽ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു പരിഷ്കൃത സമൂഹത്തിന് ഒരിക്കലും അത് ചേർന്നതല്ല. അദ്ദേഹത്തിന് ചെയ്ത് തെറ്റാണ്. പിന്നെ PC ജോർജിനെ അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ PC ജോർജിൻ്റെ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി നിരസിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജി നടത്തുന്ന നിരീക്ഷണങ്ങൾ ശരിക്കും എല്ലാ രാഷ്ട്രീയ പ്രവർത്തകർക്കും, എല്ലാ സംഘടനയെ പ്രവർത്തിക്കുന്നവർക്കും, ഓരോ വ്യക്തിക്കും അതൊരു പാഠമാണ്. എന്തൊക്കെയാണ് ഹൈക്കോടതി പറഞ്ഞത് നമ്മുടെ എല്ലാം മുമ്പിലുണ്ട്. ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഇൻട്രോയിൽ ഒരിക്കലും ഒരു കാര്യം ഇപ്പോൾ നോക്കൂ, കഴിഞ്ഞ ജനുവരി 10-ാം തീയതിയാണ് PC ജോർജിനെ കേസെടുത്തത്. ഇതുപോലെ തന്നെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ മുമ്പ് ഇതുപോലൊരു വിദ്വേഷ പ്രസംഗത്തിന് സർക്കാർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അന്ന് PC ജോർജിന് ഇല്ലാതിരുന്ന പ്രിവിലേജ് ഇപ്പോഴെങ്ങനെയുണ്ടായി? അല്ല, അത് അജിംസ് എനിക്കത് മനസ്സിലാകുന്നില്ല. അന്ന് PC ജോർജിനെ അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള തന്റെ ഗവൺമെന്റ് കാണിച്ചു. കാണിക്കുന്നില്ല എന്നൊരു ചോദ്യം. അന്ന് കേസെടുത്തു, PC ജോർജിനെ അറസ്റ്റ് ചെയ്തു, തിരുവനന്തപുരം വരെ റോഡ് മാർഗം കൊണ്ടുപോയി. ഇന്നെന്താ നിങ്ങൾക്ക് തന്നെ ഇടം പോയോ? അല്ല അജിംസ്, ഞാൻ അത് തന്നെ പറഞ്ഞു, എന്നെ പൂർത്തിരിക്കാൻ ശ്രമിക്കൂ. കാരണം നിങ്ങളത് മനസ്സിലാക്കേണ്ടത്, അന്ന് ഇതിലും മെയിൻ സ്ട്രീമിലുണ്ടായിരുന്നൊരു വ്യക്തിയാണ് PC ജോർജ്. അന്നൊരു പരിധിവരെ PC ജോർജ് കേരളത്തിൽ തിളങ്ങി നിൽക്കുന്ന സമയമായിരുന്നു. അന്ന് കയ്യാമ്പം വെച്ച PC ജോർജിനെ ഇപ്പം എന്താ പറയുക, അറസ്റ്റ് ചെയ്യാൻ തൻ്റെ ഇടം ഉണ്ടോ? ആ തൻ്റെ ഇടം ചോദിക്കുന്നത് അതൊരു ഔട്ട് ഓഫ് ക്വസ്റ്റ്യനാണ്. കാരണം അദ്ദേഹത്തിന് ജാമ്യം നിഷേധിച്ചിട്ട് ഇപ്പോൾ മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുള്ളൂ. പോലീസ് എന്ന നടപടി അദ്ദേഹത്തിനെതിരെ കേസെടുത്തിട്ട് ഇപ്പോൾ 40 ദിവസമായി.
ഇതിനിടയിൽ ഒരു തരത്തിലുള്ള അറസ്റ്റിനുള്ള നടപടിയും ഉണ്ടായിട്ടില്ല. കേസെടുത്തു, അറസ്റ്റ് ചെയ്തില്ല. അത് 2-3 ദിവസം കഴിഞ്ഞ് കോടതി പോയി, ജാമ്യം തള്ളി, വീണ്ടും പോയി, ജാമ്യം തള്ളി, ഇപ്പോൾ ഹൈക്കോടതി പോയി, ജാമ്യം തള്ളി. ഇതിനിടയ്ക്ക് എപ്പോൾ വേണമെങ്കിലും കേസ് അറസ്റ്റ് ചെയ്യാം. അപ്പോൾ അന്ന് പുലർക്കാലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയ സർക്കാർ അന്ന് ധൈര്യം, അത് തൻ്റെ ഇടമായിരുന്നെങ്കിൽ, താങ്കൾ തന്നെ പറയുന്ന പോലെ തൻ്റെ ഇടമായിരുന്നെങ്കിൽ ഇന്ന് ആ തൻ്റെ ഇടം ചോർന്നു പോയോ? ആ തൻ്റെ ഇടമല്ലേ അന്ന് സർക്കാർ കാണിച്ചത്? ആ തൻ്റെ ഇടമാണെങ്കിൽ അന്ന് ഭരണത്ത് വെച്ചിട്ട് പി സി ജോർജിന് വേണമെങ്കിൽ വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കാൻ മേലായിരുന്നോ? തന്നെ പോലെ തൃക്കാക്കര ഇലക്ഷൻ നടക്കുന്ന സമയത്ത് രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന പോലും ഭയക്കാതെ കണ്ട് ഈ മനുഷ്യനെ അറസ്റ്റ് ചെയ്ത് അത് മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ചെന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തു. അപ്പോൾ അത് തന്ത്രപരമായ നീക്കം നടത്താനായിട്ടായിരിക്കും പോലീസ് കാത്തിരിക്കുന്നത്. എന്തിനാണ് ഈ ബഹളം വെക്കുന്നത്? അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ തന്റെ ഇടം കാണിച്ച് സർക്കാർ നിങ്ങൾക്ക് ഇപ്പൊ ആ വാക്ക് അറസ്റ്റ് ചെയ്യാതെ അദ്ദേഹത്തിന് സുപ്രീം കോടതി പോയി ജാമ്യം കിട്ടുമോ എന്ന് നോക്കുന്നവരെ കാത്തിരിക്കുന്നത് തന്ത്രമാണ്. അപ്പോൾ പിന്നെ സംസ്ഥാന പോലീസും അല്ലെങ്കിൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് അദ്ദേഹത്തിന് നിർദ്ദേശം കൊടുത്തോ താങ്കൾ സുപ്രീം കോടതി പോകുമെന്ന് പറഞ്ഞുകൊണ്ട്? അതല്ലേ പറഞ്ഞേ, മുൻകാല അനുഭവങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. പി സി ജോർജ് എന്നല്ല ഏതൊരു വ്യക്തിയായാലും മതപരമായ രീതിയിലുള്ള വിദ്വേഷം കാണിച്ചാൽ അവർ ജയിലിൽ പോകുന്നത് കാണിച്ചിട്ടുള്ള പല ഉദാഹരണങ്ങൾ ഈ സർക്കാരിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. ഈ ഗവൺമെന്റിലാണ്, വേറെ ഗവൺമെന്റ് ആണെങ്കിൽ പി സി ജോർജിന് അന്ന് പി സി ജോർജിന്റെ നില എന്തായിരുന്നു കേരളത്തിൽ? പി സി ജോർജ് ജയിലിൽ കിടന്നില്ല, അത് പോട്ടെ. താങ്കൾ ചോദിച്ചു, അന്ന് അദ്ദേഹം വളരെ പ്രശസ്തനായിരുന്നു, ഇന്ന് അത്ര പ്രശസ്തനല്ല എന്നാണ് പറയുന്നത്. അന്ന് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ നേതാവായിരുന്നു, അദ്ദേഹം രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാവാണ്. അപ്പോൾ ആർക്കാ പവർ കൂടുതൽ? അന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട പി സി ജോർജിനാണോ ഇന്ന് പുറത്ത് നടക്കുന്ന പി സി ജോർജിനാണോ പവർ കൂടുതൽ? അല്ല, അന്നും അദ്ദേഹം ഇതേ രീതിയിൽ തന്നെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അനുഭാവിയായിരുന്നു. അന്ന് ഇതിലും കൂടുതൽ മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ ക്യാമറകൾ വെക്കുമായിരുന്നു. ഇന്ന് പി സി ജോർജിന് പത്രസമ്മേളനം നടത്തിയാൽ ആരും മൈൻഡ് ചെയ്തില്ല. സാധാരണക്കാരൻ നടത്തുന്ന പത്രസമ്മേളനത്തിന് പ്രാധാന്യമില്ല. അക്കാലത്ത് അജിംസ് അറിയാമല്ലോ, മാധ്യമങ്ങൾ പി സി ജോർജ് ഒരു കാലത്ത് ഇപ്പോൾ ഒരു മാസം മുമ്പ് പി വി അൻവറിനെ പോലെ താരമായിരുന്നു. ഇപ്പോൾ കോട്ടയം പ്രസ് ക്ലബ്ബിലോ വീട്ടിലോ വെച്ച് അദ്ദേഹം വാതിറക്കുന്നുണ്ടെങ്കിൽ അത് മുഴുവൻ അതേപടി ടെലികാസ്റ്റ് ചെയ്തൊരു കാലം ഉണ്ടായിരുന്നു പി സി ജോർജിന്. ആ കാലഘട്ടത്തിൽ നിന്ന് പി സി ജോർജിനെ കേരളത്തിലെ മാധ്യമങ്ങൾ ജനങ്ങളെ എഴുതിത്തള്ളി. ഇന്ന് പി സി ജോർജ് ഒരു ദിവസം ജയിലിൽ കിടന്നു. മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ ബൈറ്റ് എടുക്കാത്തതോ അദ്ദേഹത്തിന്റെ അഭിപ്രായം സ്വീകരിക്കാത്തത് എന്തുകൊണ്ടാണ്? അദ്ദേഹം വിദ്വേഷ പ്രസംഗം നടത്തുന്നതുകൊണ്ടാണ്. വിദ്വേഷ പ്രസംഗം നടത്തുന്ന ഒരാൾ അയാൾ ക്യാമറയുടെ മുമ്പിൽ വിദ്വേഷ പ്രസംഗം നടത്തിയാൽ തീർച്ചയായിട്ടും ആ ചാനൽ ഉത്തരവാദികളായിരിക്കും അതിന്. അതുകൊണ്ടാണ് അത് അങ്ങോട്ട് മൈക്ക് വയ്ക്കാത്തത് കൊണ്ടാണ്. അല്ലാതെ തീർച്ചയായിട്ടും ഐ റിയലി അപ്രീഷിയേറ്റ് യു പീപ്പിൾ. കാരണം നിങ്ങളത് മാതൃകാപരമായി ചെയ്ത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരു കാലത്ത് ഞങ്ങൾ പിന്നെ പ്രതിപക്ഷത്ത് നിന്നാലും ഞങ്ങൾ രാഷ്ട്രീയ എതിർകക്ഷികളായെങ്കിൽ പോലും ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകൾക്കൊക്കെ നിങ്ങൾ കൊടുത്ത പ്രാധാന്യങ്ങൾ ഞാൻ തുറന്നു പറയുന്നു. അന്നൊക്കെ ഞങ്ങൾ അതിനെ എതിർത്ത ചങ്കൂറ്റത്തോട് പറഞ്ഞു ഈ മനുഷ്യൻ പിന്നെ ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് അത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞ ഞങ്ങൾ അന്നൊക്കെ മൈക്കുമായിട്ട് ഇയാളുടെ വാ തുറക്കുന്നതും ഇയാൾ എവിടെ പോയാലും പ്രസംഗിക്കുന്നതും ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഇന്ന് നിങ്ങൾ കാണിച്ചൊരു മാതൃക ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. നഷ്ടപ്പെട്ടു പോയി. ഇനി തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് സർക്കാരിനുണ്ടായിരുന്ന തന്റെ ഇടം ഇപ്പോഴില്ലാത്തത് എന്തുകൊണ്ടാണ്? തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് സർക്കാരിനുണ്ടായിരുന്ന തന്റെ ഇടം ഇപ്പോഴില്ലാത്തത് എന്തുകൊണ്ടാണ്? അതിനകത്ത് എന്തെങ്കിലും അന്നെങ്ങനെ നിങ്ങളെങ്ങനെയാണ് ഈ തന്റെ ഇടം വാക്ക് ഉപയോഗിക്കുന്നത്? താങ്കൾ ഉപയോഗിച്ച വാക്കാണ് അന്ന് തന്റെ ഇടം കാണിച്ചു എന്ന് പറഞ്ഞ് താങ്കൾ ആ വാക്ക് തിരിച്ചു ഉപയോഗിക്കുന്നതേ ഉള്ളൂ. ഇല്ല, ഞാനത് വീണ്ടും ആവർത്തിക്കും. അതാണ് ഇടതുപക്ഷ സർക്കാർ എന്ന് പറയുന്നത്. അന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം. അന്ന് നിങ്ങളെ പോലുള്ള ചില മാധ്യമങ്ങൾ മീഡിയ മണ്ണേനെ ഉന്നയിക്കുന്നില്ല. വെളുപ്പിനെ പുലർച്ചെ പാതിരാത്രിക്കോ പോയി അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് വളഞ്ഞിട്ട് ആക്രമിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അത് ശരിയല്ല എന്ന് പറഞ്ഞ മാധ്യമങ്ങളിലൂടെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ ആരെങ്കിലും ആ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ടോ? അതാ പറഞ്ഞ തന്റെ ഇടം ഈ പറഞ്ഞ ഇപ്പോൾ നിങ്ങൾ കാണിക്കുന്നില്ല. അതാണ് എന്റെ ചോദ്യം. ആ തന്റെ ഇടം നിങ്ങൾ ഇപ്പോൾ എന്തുകൊണ്ട് കാണിക്കുന്നില്ല? പുലർക്കാല അറസ്റ്റ് ചെയ്യേണ്ട, രാത്രിയും ചെയ്യേണ്ട, പട്ടാപ്പകൽ അറസ്റ്റ് ചെയ്യാലോ. അദ്ദേഹം നാട്ടിലൂടെ നടക്കുന്ന ഒരാളാണല്ലോ, അത് ഒളിവിലൊന്നുമല്ല ഇതുവരെ. അദ്ദേഹം നാട്ടിലൂടെ നടക്കുകയാണ്. നിങ്ങൾ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? അല്ല അജിംസെ ജാമ്യം നിഷേധിച്ചിട്ട് മണിക്കൂറുകൾ മാത്രമായിട്ടുള്ളൂ. പോലീസ് എന്ത് നടപടിയെ സ്വീകരിക്കുന്നതിന് നിങ്ങൾക്ക് എങ്ങനെ പ്രൊഡിക്ട് ചെയ്യാൻ പറ്റും? നിങ്ങൾ എന്തിനാണ് ഈ ഗവൺമെന്റിനെ പ്രകോപിപ്പിക്കുന്നത്? അങ്ങനെ പ്രകോപനങ്ങളൊന്നും വീടുന്ന ഗവൺമെന്റ് നല്ലത്. അങ്ങനെയാണെങ്കിൽ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നിങ്ങൾ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കാനുള്ള അവസരം കൊടുക്കാതെ പുലർക്കാല വീട്ടിൽ നിന്ന് പൊക്കിയത്? ഇതേ മാനദണ്ഡം തന്നെ. അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്താനുള്ള കാരണം എന്താ? തിരുവനന്തപുരത്ത് അല്ല, അജിംസിനെ പറഞ്ഞു പോവാതെ ഞാൻ പറയട്ടെ. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിച്ചോട്ടെ. തൃക്കാക്കര ഇലക്ഷനിൽ നടന്ന സംഭവം എന്താ?
അദ്ദേഹത്തിനെ ജാമ്യത്തിലെടുത്ത് മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ നിന്ന് ജാമ്യം കൊടുത്ത് പുറത്തിറങ്ങിയ പി സി ജോർജിനെ എഴുന്നള്ളിച്ചുകൊണ്ട് തൃക്കാക്കരയിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം റോഡ് ഷോ നടത്തി. നിങ്ങൾക്കറിയാവോ, മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് തൃക്കാക്കരയിലെ ജനങ്ങൾ അംഗീകരിച്ചോ? ഉള്ള വോട്ടോടെ പോവായിരുന്നു ആ പാർട്ടിക്ക്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊന്നും കാണാനുള്ള ദീർഘദൃഷ്ടിയോ അതിനൊന്നും കാണാനുള്ള ശേഷിയില്ലേ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക്, നിങ്ങളെ പോലുള്ള മാധ്യമങ്ങൾക്ക്? അങ്ങ് പറഞ്ഞതിലാണ് എന്റെ ചോദ്യം. അറസ്റ്റ് ചെയ്ത് ഇനി എങ്ങാനും ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ, ജാമ്യം ഇപ്പോൾ ഓൾറെഡി തള്ളിയിട്ടുണ്ട്, ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ BJP അദ്ദേഹത്തെ കൊണ്ടുവന്ന് റോഡ് ഷോ നടത്തും, അതുവഴി BJPയുടെ വോട്ട് കുറയും. അതാണോ നിങ്ങളുടെ കൺസേൺ? അല്ല, അതെങ്ങനെ അങ്ങനെ വ്യാഖ്യാനിക്കണം? അന്നത്തെ സിറ്റുവേഷൻ അതായിരുന്നു. ഞാനത് തുറന്നു പറഞ്ഞതല്ലേ. ഇപ്പൊ ഇവിടെ ഇലക്ഷൻ എന്റെ ചോദ്യം തൃക്കാക്കര തെരഞ്ഞെടുപ്പ് സമയത്ത് നിങ്ങൾ കാണിച്ചു എന്ന് റെജി ലൂക്കോസ് തന്നെ പറയുന്ന ആ തന്റെ ഇടം ഇപ്പോൾ കാണിക്കാത്തത് എന്തുകൊണ്ടാണ്? അല്ല, ഇത് തൃക്കാക്കര ഇലക്ഷൻ നടക്കുന്ന സമയത്ത് പോലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അന്ന് ചേക്കേറിയ ഒരു വ്യക്തിയെ അന്ന് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ ആ തൃക്കാക്കര കൊണ്ട് എഴുന്നള്ളിപ്പ് നടത്തി 2 ദിവസം അടുപ്പിച്ച് അദ്ദേഹത്തിന് റോഡ് ഷോ നടത്തിയ പാർട്ടിയാണ് അദ്ദേഹത്തിന്റെ നിലവിലുള്ള പാർട്ടി എന്ന് പറയുന്നത്. അന്ന് അത് സംഭവിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്തു. കാരണം എന്തുകൊണ്ടാ? ഇതുപോലെ മതവിദ്വേഷം നടത്തുന്ന നാട്ടിലെ മതസൗഹാർദ്ദത്തിനെയും മതേതരത്തിനെയും വെല്ലുവിളിക്കുക എന്ന് പറഞ്ഞാൽ ഭരണഘടനാപരമായിട്ടുള്ള ചുമതല ലംഘിച്ച ഒരാളെ, നിയമവ്യവസ്ഥ ലംഘിച്ച ഒരാളെ അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള തന്റെ ഇടം വീണ്ടും ഞാൻ പറയുന്നു. അത് കാണിച്ചൊരു സർക്കാരാണ് ഈ സർക്കാർ എന്ന് പറയുന്നത്. അങ്ങ് പറയുന്ന തന്റെ ഇടത്തെ ഞാൻ മുഖവിലക്കെടുക്കുന്നു. ഇപ്പോൾ തന്റെ ഇടം ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? ഇപ്പൊ എവിടെയാ തന്നടം ചോർന്നു പോകുന്നത്? നിങ്ങൾ എങ്ങനെ ഇപ്പൊ തന്നടം ചോർന്നു പറയുന്നത്? അത് എന്ത് റീസണിന്റെ പേരില? അന്ന് നിങ്ങൾ കേസെടുത്ത് പുലർക്കാലം അന്ന് നിങ്ങൾ കേസെടുത്ത് പുലർക്കാലം അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരം വരെ കൊണ്ടുപോയി. പിന്നീട് ജാമ്യം കിട്ടി അദ്ദേഹം പുറത്തിറങ്ങി. ഇന്ന് കേസെടുത്ത് അദ്ദേഹത്തിന് ജാമ്യം പോകാനുള്ള അവസരം കൊടുത്തു. ഇപ്പോൾ ഇത് ഹൈക്കോടതി ജാമ്യം നിഷേധിച്ച് മണിക്കൂറുകളാവുന്നു, അറസ്റ്റില്ല. ജാമ്യം ലഭിക്കാനുള്ള അവസരം കിട്ടുന്നതൊക്കെ ഇങ്ങനെയാണ് അജിംസ ഇങ്ങനെ വാദിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി. നിങ്ങൾക്ക് അന്ന് അറസ്റ്റ് ചെയ്യാതിരുന്നെങ്കിൽ ഒരു നിമിഷം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നിങ്ങൾ അറസ്റ്റ് ചെയ്യാതിരുന്നെങ്കിൽ അദ്ദേഹം ജാമ്യം കൊടുക്കുമായിരുന്നു, ജാമ്യത്തിന് പോകുമായിരുന്നു. ഇന്ന് നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നില്ല, അദ്ദേഹം ജാമ്യത്തിന് വേണ്ടി പോകുന്നു. ഇപ്പോൾ ജാമ്യം തള്ളിയിരിക്കുന്നു, നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നില്ല. ഞാൻ ചോദിക്കുന്നു, പുലർക്കാലം അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്താൽ തന്റെ ഇടം ഇപ്പോൾ പോലീസിന് എന്തുകൊണ്ടില്ല? അത് ഇപ്പൊ എന്നോട് ചോദിച്ച ചോദ്യം റിവേഴ്സ് വാദഗതിയാ. അതാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ ഒരു നിയമവ്യവസ്ഥയെ മാനിച്ചുകൊണ്ട് നിയമത്തിന്റെ എല്ലാ ഹസ്തങ്ങളും നീട്ടിയ ഒരു ഗവൺമെന്റ് ഇപ്പം ഞാൻ പറഞ്ഞൊരു വാക്കിനെ പിടിച്ചോണ്ട് ഇപ്പൊ തന്റെ ഇടമുള്ള ഗവൺമെന്റ് കേരളം ഭരിക്കുന്നത്. അന്ന് നിങ്ങൾ കാണിച്ച തന്റെ ഇടമാണെങ്കിൽ ആ തന്റെ ഇടം ഇപ്പോഴും എന്തുകൊണ്ട് ഉണ്ടാവുന്നില്ല? ആ തന്റെ ഇടം ഉണ്ടാവില്ലെന്ന് നിങ്ങൾക്ക് എങ്ങനെ ഗണിക്കാൻ പറ്റും? അന്ന് നിങ്ങൾ അറസ്റ്റ് സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടും അതൊരു പരാതിക്ക് പോലും കാത്തു നിൽക്കാതെ കേസെടുക്കണമെന്ന് സുപ്രീം കോടതി ഗൈഡ് ലൈൻസ് ഉണ്ടായിട്ടും പരാതി കിട്ടും വരെ നോക്കിയിരുന്നു. കിട്ടി ദിവസങ്ങൾക്ക് ശേഷം കേസെടുത്തിട്ടും അറസ്റ്റില്ല. അദ്ദേഹത്തിന് ജാമ്യാപേക്ഷ കൊണ്ട് അദ്ദേഹം കോടതിയിൽ കയറി ഇറങ്ങുന്നു. ഇപ്പോൾ ഹൈക്കോടതി ജാമ്യം തള്ളിയിരിക്കുന്നു. നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നില്ല. അന്ന് കാണിച്ചത് തന്റെ ഇടമാണെങ്കിൽ ഇപ്പോൾ തന്റെ ഇടമില്ലാത്തത് എന്തുകൊണ്ടാണ്? അജിംസ് പറഞ്ഞതിനകത്തൊരു സാങ്കേതിക ഒരു പ്രശ്നമുണ്ട്. അദ്ദേഹം തിരുവനന്തപുരത്തെ ഒരു ഹൈന്ദവ സമ്മേളനത്തിലാണ് അദ്ദേഹം വിഷലിപ്തമായ പ്രസംഗം നടത്തിയത്. ആ പ്രസംഗം നടത്തി അതിൻ്റെ ടെലികാസ്റ്റിംഗ് ചാനലിലൂടെ നടത്തിയപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് തന്നെ ആ ഒരു പരാതി ലഭിക്കാതെ കൊണ്ട് തന്നെ തിരുവനന്തപുരത്തെ പോലീസ് കേസെടുത്തു. നിങ്ങൾ ഒരു രണ്ടാമത്തെ വിഷയത്തിൽ അതും ഉണ്ടായിട്ടില്ല. അല്ല, ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിലേക്ക് അന്വേഷിക്കുക, അവിടെ FIR ഇട്ടോന്നുള്ളവരും. സുപ്രീം കോടതി നിർദ്ദേശിച്ചത് സ്വമേധയാ കേസെടുക്കണമെന്നാണ്. ഇവിടെ പരാതി കിട്ടിയിട്ടേ കേസെടുത്തുള്ളൂ ദിവസങ്ങൾ കഴിഞ്ഞ്. പരാതി ഒരു വിഷയം ഉണ്ടായ അന്നേരം തന്നെ ഒരു വ്യക്തി പോലീസ് ഒരു സംഘടന യൂത്ത് ലീഗിന്റെ സംഘടനയാ ആ ചെറുപ്പക്കാരുടെ പോലീസ് കൊടുത്തു. അപ്പൊ അവര് പുറപ്പെട്ടിട്ട് ഇപ്പൊ FIR ഇട്ടോ. ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ വാദിക്കുന്നത്. ഒരു ഗവൺമെന്റ് എടുത്തിട്ട് തീരുമാനം എന്തുകൊണ്ടാണ് എടുത്തെന്ന് നിങ്ങൾ ചോദിക്കുന്നില്ല. ഞാൻ ചോദിക്കുന്നത് അറസ്റ്റ് ചെയ്യാൻ എന്തുകൊണ്ട് വൈകുന്നു എന്നാണ് എന്റെ ചോദ്യം. FIR ഇട്ടതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അറസ്റ്റ് ചെയ്യാൻ എന്തുകൊണ്ട് വൈകുന്നു? അല്ല, വൈകിന്ന് ആര് പറഞ്ഞു? എവിടെ വൈകി? പോലീസിന് അതിൻ്റെതായ നിയമവ്യവസ്ഥകളില്ല. പോലീസ് ചിലപ്പോൾ കാത്തിരിക്കും. PC ജോർജിനെ അവിടെ രക്ഷപ്പെട്ടു പോകുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അന്ന് കാത്തിരുന്നില്ല. ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് കാത്തിരുന്നില്ല. അദ്ദേഹത്തെ പുലർക്കാല വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. ഇന്ന് അങ്ങനെ പുലർക്കാല അറസ്റ്റ് ഇല്ല. അദ്ദേഹത്തിന് ജാമ്യം തേടാനുള്ള അവസരം ഒരുക്കുന്നു. അന്ന് എന്തുകൊണ്ട് ആ അവസരം അദ്ദേഹത്തിന് കൊടുത്തില്ല? ഇപ്പോൾ എന്തുകൊണ്ട് കൊടുക്കുന്നു? നിങ്ങൾക്ക് വിശദീകരിക്കാൻ പറ്റുമെങ്കിൽ വിശദീകരിക്കുക. അല്ല, വൈകി എന്ന് ആര് പറഞ്ഞു? പോലീസിന് അതിൻ്റെതായ നിയമവ്യവസ്ഥകളില്ല. പോലീസ് ചിലപ്പോൾ കാത്തിരിക്കും. നിങ്ങൾ ആരെങ്കിലും അത് ഇപ്പോൾ എന്തുകൊണ്ട് കൊടുക്കുന്നു? നിങ്ങൾക്ക് വിശദീകരിക്കാൻ പറ്റുമെങ്കിൽ വിശദീകരിക്കുക.
അല്ല ഞാനിത് 1000 പ്രാവശ്യം ഇവിടെ വിശ്വസിച്ചു. എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നടൻ സിദ്ദിഖിന് ജാമ്യാപേക്ഷ സമർപ്പിച്ചതിന് ശേഷം എന്തുകൊണ്ടാണ് നടൻ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്തില്ല എന്നൊരു ചോദ്യം നിങ്ങൾ ആരെങ്കിലും ചോദിച്ചോ? അത് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഒരു മാനദണ്ഡമാണ്. അതൊരു സ്വാഭാവികമാണ്. കോടതി നടൻ സിദ്ദീഖ് ചെയ്തൊരു ഗ്രേവ് ഒഫൻസ് ആണ്. നടൻ സിദ്ദീഖിനുണ്ടായിരുന്ന പ്രിവിലേജ് രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ചില്ല. രാഹുൽ മാങ്കൂട്ടത്തുമായിട്ട് ഈ കേസുകൊണ്ട് എന്താ ബന്ധിരിക്കുന്നത്? രാഹുൽ മാങ്കൂട്ടം നിങ്ങൾ ഒരേ തരം കേസുകളിൽ പല നിലപാടുകൾ സ്വീകരിക്കുന്നു. ഒരാളോട് തന്നെ 2 തവണ പല നിലപാടുകൾ സ്വീകരിക്കുന്നു. അതാ ചോദിക്കുന്നത്. അല്ല, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അല്ലല്ല നിങ്ങൾ പറയുന്നത് പൂർത്തീകരിക്കാതെ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കരുത്. അജിംസ് വളരെ വിദഗ്ധമായിട്ട് എന്നെ ഒരു തീരത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് എനിക്ക് വളരെ വ്യക്തമായിട്ട്. നമ്മൾ ആദ്യമല്ലോ ഇരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം മാത്രമല്ല, സെക്രട്ടേറിയറ്റ് വഴിക്കൽ പൊതു സ്വത്തുക്കൾ നശിപ്പിച്ചുകൊണ്ട് സമരം ചെയ്യുന്നവരെ അറസ്റ്റ് ചെയ്യുന്നത് ഈ സ്വതന്ത്ര ഭാരതം ഉണ്ടായപ്പോലുള്ള സംഭവമാണ്. അതിൽ പലരും അറസ്റ്റ് ചെയ്യപ്പെടും. ഇവിടെ ഇരിക്കുന്ന ഷാബി അറസ്റ്റ് ചെയ്യപ്പെടാം, റെജിലുക്കോസ് അറസ്റ്റ് ചെയ്യപ്പെടാം രാഷ്ട്രീയത്തിന്റെ പേരിൽ. അതാണ് ഒരു മതവിദ്വേഷം ചെയ്ത ഒരാളുടെ പേരിലുള്ള അറസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ പറയൂ, അങ്ങനെയല്ല ഇതിനെ വ്യാഖ്യാനിക്കേണ്ടത്. അതേസമയം പൊതുമുതൽ നശിപ്പിക്കുന്നവരെ അറസ്റ്റ് ചെയ്യാം, അങ്ങനെയാണോ? അല്ല, അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഇതേ PC ജോർജ് അറസ്റ്റ് ചെയ്തില്ലേ? തിരുവനന്തപുരത്തുള്ള പോലീസ് അദ്ദേഹത്തിന്റെ വീട്ടിൽ വളഞ്ഞു അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയില്ലേ? അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ നേതാവാണ്, ഇന്ന് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാവാണ്. അതുകൊണ്ടാണോ അറസ്റ്റ് ചെയ്യാത്തത്? അതൊക്കെ അവിടെ ഇരിക്കെ ഹാജിംസ്. അതിന്റെ മുമ്പ് വഴങ്ങുന്നവരല്ല കേരള പോലീസും കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ്. നിങ്ങൾ മനസ്സിലാക്കണം, അന്നും PC ജോർജ് BJPയുടെ ആളായിരുന്നു. അന്ന് PC ജോർജ് BJP മെമ്പർഷിപ്പ് ഉണ്ട്. PC ജോർജിന് അദ്ദേഹത്തിന്റെ മകനും BJPയിൽ മെമ്പർഷിപ്പ് ഉണ്ട്. ആ തൃക്കാക്കര ഇലക്ഷൻ സമയത്താണെങ്കിൽ പൊളിറ്റിക്കൽ മൈലേജ് കിട്ടുമെന്നുള്ള ഒന്നും നോക്കാതെ കൊണ്ട് തന്നെ ഈ PC ജോർജിനെ ആ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്താ. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. നിങ്ങൾ അത് കാണാതെ കണ്ടാണ് 16 മിനിറ്റായിട്ട് അതിന് മറുപടി പറഞ്ഞിട്ടില്ല. ഞാൻ ഷാഫി ചാലിയത്തിലേക്ക് പോവാണ്. ഷാഫി ചാലിയം, ഒരിക്കൽ ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ പിണറായി വിജയൻ സർക്കാരിന്റെ പോലീസ് PC ജോർജിനെ വീട്ടിൽ നിന്ന് പുലർക്കാലെ അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്തേക്ക് കൊണ്ടത് നമ്മൾ കണ്ടതാണ്. ചാനലുകൾ മുഴുവൻ കാണിച്ചുകൊണ്ടിരുന്നതാണ്. അങ്ങനെ തൻ്റെ ഇടം കാണിച്ച പിണറായി വിജയൻ സർക്കാർ ഇപ്പോൾ ആ തൻ്റെ ഇടം കാണിക്കുന്നില്ല എന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത്? അതല്ല മറ്റെന്തെങ്കിലും കാരണമായിരിക്കും? അല്ല, അന്ന് PC ജോർജ് വേറൊരു പാർട്ടിയിലായിരുന്നു, അദ്ദേഹത്തിൻ്റെ സ്വന്തം പാർട്ടിയിലാണ്. ഇന്ന് അദ്ദേഹം BJPക്കാരനാണ്. അതുതന്നെയാണ് അതിലൊരു പ്രധാനപ്പെട്ട കാരണം. BJPക്കാരനെ ഏത് പോലീസുകാരും അവിടെ തൊടുക? കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുന്നത് ആരാണെന്നൊക്കെ കഴിഞ്ഞ 6 മാസമായി നമുക്കറിയാലോ. ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ അവർക്ക് നിർദ്ദേശം കൊടുക്കുന്നത് RSS ആണ്. RSSന്റെ നിയന്ത്രണത്തിലാണ്, സംഘപരിവാറിൻ്റെ പരിപൂർണ നിയന്ത്രണത്തിലാണ് കേരള പോലീസ് എന്ന് എല്ലാവർക്കും സമ്മതിക്കേണ്ടി വന്ന ഒരു പശ്ചാത്തലം ഇവിടെ ഉണ്ടല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സത്യത്തിൽ ഈ PC ജോർജ് ഈ പരാമർശം നടത്തുമ്പോൾ സ്വമേധയാ കേസെടുക്കേണ്ടതാണ്. കേസെടുത്തിട്ടില്ല. സുപ്രീം കോടതിയുടെ കൃത്യമായ മാനദണ്ഡമുണ്ട്, മാർഗനിർദ്ദേശമുണ്ട് സ്വയം എടുക്കാൻ. നുപുൽ ശർമ്മ 3 മിനിറ്റ് നേരമാണ് ഒരു ചാനലിൽ ഒരു ചോദ്യത്തിന് ഉത്തരമായി ഒരു പ്രകോപനപരമായി പരാമർശം നടത്തിയത്. അതിന് രാഷ്ട്രവ്യാപകമായി കേസെടുക്കാനാണ് സുപ്രീം കോടതി പറഞ്ഞത്. BJP ഭരിക്കുന്ന സ്റ്റേറ്റുകൾക്ക് പോലും കേസെടുക്കേണ്ടി വന്നു. എന്നാൽ ഈ മനുഷ്യന് എത്ര വലിയ എത്ര മോശമായ പ്രയോഗമാണ് നടത്തിയത്. ആ പ്രയോഗത്തെ അപലപിക്കാൻ പോലും ഗോവിന്ദൻ മാഷ പോലുള്ള CPMന്റെ ഒരു നേതാവും മാസങ്ങളായിട്ട് വന്നിട്ടില്ല. PC ജോർജ് അപ്പറഞ്ഞത് ശരിയായില്ല എന്ന് ലാഘവപരമായി പറയാൻ പോലും അവർ വന്നില്ല. എന്താ ഇതിൻ്റെ അർത്ഥം? ഇത്തരത്തിലുള്ള പരാമർശനങ്ങളും ഇത്തരത്തിലുള്ള വിവാദങ്ങളും അതുവഴിയുള്ള വർഗീയ ധ്രുവീകരണങ്ങളും ഈ കേരളത്തിൽ നടക്കുന്നത് ഇടതുപക്ഷത്തിന് ഗുണമാണ് എന്ന കാഴ്ചപ്പാടിലാണ്. നോക്കൂ, ഈ സംഭവം നടന്നിട്ട് ഒരു 6 ദിവസം കഴിഞ്ഞിട്ടാണ് യൂത്ത് ലീഗ് പരാതി കൊടുക്കുന്നത്. പരാതി കൊടുത്തിട്ടും ഈരാറ്റുപേട്ട പോലീസ് എടുക്കുന്നില്ല. ലാസ്റ്റ് ഈരാറ്റുപേട്ട പോലീസിലേക്ക് പ്രതിഷേധവുമായി ചെന്നു. ഒരുപാട് സമ്മർദ്ദം വന്നു. ഒരുപാട് പാർട്ടികൾ കേരളത്തിലെ വിവിധ സ്റ്റേഷനുകളിൽ തുടരെ പരാതി നൽകി. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്. കേസ് എടുത്തു എന്നല്ലാതെ ആ കേസിനെ പുറത്ത് ഇയാളെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റും നടത്തിയില്ല. സ്വൈര്യവിഹാരം ഇയാൾ നടത്തി. എന്നിട്ട് കോട്ടയം ജില്ലാ കോടതിയിൽ പോയി തന്നെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് PC ജോർജിന് തോന്നി. കേൾക്കണം, PC ജോർജിനെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നൊരു തോന്നലുണ്ട്. അതുകൊണ്ടാണ് കോടതിയിൽ പോയത്.
പക്ഷേ ആ സാധ്യത പോലും റജി ലൂക്കോസിന്റെ പാർട്ടിക്കില്ല. എന്നിട്ട് പിന്നീട് ഹൈക്കോടതി പോയി. ഇപ്പൊ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ റദ്ദ് ചെയ്താൽ അതിൻ്റെ അർത്ഥം എന്താ? അവിടെ ഒരു സൈലന്റ് ഉത്തരവാണ്, ഇനി പോലീസിനെ അറസ്റ്റ് ചെയ്യാമെന്ന. മണിക്കൂറുകൾ എത്രയായി? ഇനി ഒരു പൊളിറ്റിക്കൽ ഡിസിഷനാണ് വേണോ വേണ്ടേ എന്നുള്ളത്. അത് തന്നെയാണ്. കാരണം പി സി ജോർജുമാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. പി സി ജോർജ് ആരെക്കുറിച്ചൊക്കെ പറഞ്ഞത്? അബ്ദുള്ള കുട്ടി, ഷാനവാസ് ഹുസൈൻ അടക്കമുള്ള BJP-യിലെ മുസ്ലിം അടക്കം പാകിസ്ഥാനിലേക്ക് പോകാനാ പറഞ്ഞത്. BJP-ക്കാരെ പോലും അതിന് ന്യായീകരിക്കാൻ വന്നിട്ടില്ല. അതാ രസം. ആ അച്ഛൻ്റെ കൂടെ മോനല്ലാതെ വേറെ ആരുമില്ല. അപ്പം അതിൽ നിന്നൊക്കെ മനസ്സിലായി. ഇപ്പം നോക്കി നിങ്ങൾ, ഇപ്പം അൻവർ ഒരു MLA ആണ്. ഒരു അൻവർ എന്ന ഒരു MLA-ക്കുള്ള ഒരു പരിരക്ഷയുണ്ട്. ആ പരിരക്ഷ പോലും കൊടുക്കാതെ 75 രൂപ മാത്രം വിലയുള്ള ഒരു പഴയ പ്ലാസ്റ്റിക് കസാലേൻ്റെ ഒരു കാല് പൊളിച്ചു. 20 ഉറുപ്പ്യ വിലയുള്ള പഴയ ഫിലമെന്റ് ബൾബുണ്ട്, ആ ബൾബ് പൊട്ടിച്ചു. ഇതാണ് പൊതുമുതൽ നശിപ്പിച്ചത്. ഇതിന് പേരിലാണ് രാത്രി 2:30 മണിക്ക് ഒരു MLA-യുടെ വീട് ഒന്ന് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചാൽ ഓടി വരാൻ സാധ്യതയുള്ള ഒരു MLA, ആ MLA-യുടെ വീട് വളഞ്ഞ് എന്ത് ചെയ്ത് അറസ്റ്റ് ചെയ്ത്. ആ പാർട്ടീസാണ് ഈ കൊടും വർഗീയത ഈ ഛർദിച്ച ഈ ചങ്ങാതിനെ ഹൈക്കോടതി പോലും വേണ്ടത് ചെയ്തോന്നാണ് പറഞ്ഞത്. ഇയാൾക്ക് ജാമ്യമില്ല എന്ന് പറഞ്ഞിട്ടും സുപ്രീം കോടതി വളരെ കൃത്യമായി ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഇത്തരം വർഗീയ വിദ്വേഷം പറഞ്ഞിട്ട് പിന്നെ പോയി മാപ്പ് പറഞ്ഞ് അത് ശരിയല്ല, മാപ്പ് പറഞ്ഞാലും പറഞ്ഞത് ഇല്ലാതാകുന്നില്ല. ഇതൊക്കെ ഉണ്ടായിട്ട് ചെയ്യുന്നില്ലല്ലോ. എന്താ അതിൽ നിന്നുള്ള ഒരു മെസ്സേജ് PC ജോർജിനെ പോലുള്ള ആളുകളുടെ അത്തരം മനസ്ഥിതിയുള്ള, അത്തരം വിചാരങ്ങളുള്ള, അത്തരം ചിന്തകളുള്ള ആളുകൾ, ആ ആളുകളെ തൽക്കാലം ഞങ്ങൾ ഇവിടെ ഉപദ്രവിക്കില്ല. കാരണം അത്തരക്കാരുടെ വോട്ടും കൂടി ഒരു തുടർ ഭരണം കൂടി കിട്ടാൻ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഇതിന്റെ ഇന്റൻഷൻ. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ആ ധൈര്യം പിണറായി വിജയൻ കാണിച്ചു. നിങ്ങൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. പക്ഷേ അത് മജിസ്ട്രേറ്റ് ജാമ്യം കൊടുത്തു. അങ്ങനെ അറസ്റ്റ് ചെയ്ത് ഇയാളെ വലിയ ആളാക്കണ്ട എന്ന് പിണറായി വിജയൻ കരുതുന്നുണ്ടാവില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ ശബരിമല പ്രക്ഷോഭകാലത്ത് കേരളം മുഴുവൻ കേസായിരുന്നു K. സുരേന്ദ്രനെതിരെ. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു പിണറായി വിജയൻ സർക്കാർ. പിന്നെ എന്താ നമ്മൾ കാണുന്നത്? BJP-യുടെ സംസ്ഥാന അധ്യക്ഷനായി. നാളെ PC ജോർജ് BJP ദേശീയ ഉപാധ്യക്ഷനാവില്ല എന്ന് എന്താണ് ഉറപ്പ്? എന്തിനാണ് അങ്ങേരുടെ പ്രൊഫൈലിൽ ഒരു പൊൻതൂവൽ ചാർത്തുന്നത് പിണറായി പോലീസ്? അങ്ങനെയാണ്. എന്തിനാണ് അൻവറിനെ അറസ്റ്റ് ചെയ്തത്? അൻവറിനെ അറസ്റ്റ് ചെയ്ത് അൻവർ ഒരു വലിയ ആളായി കളയും എന്ന് കരുതി അറസ്റ്റ് ചെയ്യാതെ മാറിന്നൂടെ? അൻവറിൻ്റെ കാര്യത്തിൽ എടുത്തില്ലല്ലോ. ഏറ്റവും വലിയ അവരുടെ രാഷ്ട്രീയ ശത്രു അൻവറാണ്. അൻവറിൻ്റെ കാര്യത്തിൽ എടുക്കാത്തത് എങ്ങനെ PC ജോർജിൻ്റെ കാര്യത്തിൽ എടുക്കുക? അതിനെന്താ അജംസർ പറയാനുള്ളത്? അല്ല, ഞാൻ ചോദിച്ചതാണ്. ഇപ്പോൾ റെജി ലൂക്കോസൊക്കെ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം അതാണ്. റെജി ലോക്കസ് എന്ന ചങ്ങാതി, ഈ ചങ്ങാതി ഈ CPI ഗവൺമെൻറ്റിനെ ഇങ്ങനെ വൈറ്റ് വാഷ് ചെയ്യാൻ ആ സാധു കുറേ കാലമായി ശ്രമിക്കുന്നുണ്ട്. അത് എത്രമാത്രം പ്രേക്ഷകർക്കിടയിൽ അങ്ങ് കോമാളിയായി മാറുകയല്ലാതെ എന്തൊരു ഫലവാതിലൊക്കെ ഉള്ളത്. ഇതൊക്കെ എങ്ങനെ നമുക്ക് ഒരുപാട് സംഭവങ്ങൾ എടുക്കാനില്ലേ? BJP-ക്കാരെ നേരെ ഇവർ കൈവെക്കൂല, എവിടെയില്ല. ഇപ്പോഴും നമ്മൾ ആ ശശികലയ്ക്കും ഒരു മുജാഹിദ് പണ്ഡിതനെതിരെ ഇവരെ കൂടെ പോയ ഒരു ഷുക്കൂർ വക്കീലുണ്ട്. ആ വക്കീലിൽ നിന്ന് ഫോൺലൈനിൽ കൊണ്ടുവരുന്നത് നല്ല രസമുണ്ടാവും. അയാളെ പരാതി കൊടുത്തത് ഒരു മുജാഹിദ് പണ്ഡിതനെതിരെയും അതേപോലെ ശശികലയ്ക്കെതിരെയും. ആ മുജാഹിദ് പണ്ഡിതനെ നേരെ തൂക്കിയെടുത്ത് UAPA ചുമത്തി അകത്തിട്ടു. ശശികലനെ ഒന്ന് ഫോൺ വിളിച്ചിട്ട് ഒന്ന് അന്വേഷിക്കുക പോലും പോലീസ് ചെയ്തില്ല എന്ന് ശശികല വന്ന് തന്നെ ചാനലിൽ ഞാൻ അടങ്ങുന്ന ചർച്ചയിൽ പറഞ്ഞു. എന്നെ ഇതുവരെ പോലീസ് വിളിക്കുക പോലും ചെയ്തിട്ടില്ല. കേൾക്കണങ്ങൾ. ഇത് ഇവരുടെ ഒരു സഖാവ് കൊടുത്ത് പരാജയപ്പെടുത്താം. തൃശ്ശൂരിൽ ഹിന്ദു ഏകോപന സമിതിയുടെ ഒരു സമ്മേളനം. ഈ ഹിന്ദു ഏകോപന സമിതിയിലൊക്കെ സമ്മേളനത്തിൽ പ്രഭാഷകരായി വരൽ വല്ല സ്വാമിമാരും മഠാധിപന്മാർ, ഹിന്ദു സനാതന ധർമ്മം അതൊക്കെയാണ് പറയുക. പക്ഷെ അവിടെ മുഖ്യാതിഥി ജാമിദ ടീച്ചർ എന്ന ഒരു എക്സ് മുസ്ലിം സ്വയം പേരിട്ടതാണ്. അവർ വന്ന് 1.5 മണിക്കൂർ നേരം പ്രവാചകനെയും അവിടുത്തെ പത്നിമാരെയും എല്ലാത്തിനെയും പച്ച വർഗീയതയിൽ ആണ്ട് പ്രസംഗിച്ചു. 1.5 മണിക്കൂർ. വലിയ പോലീസ് റിംഗ് റൗണ്ട്, എല്ലാ പോലീസുകാരും മാസം കണ്ടായി ഇങ്ങനെ നോക്കി നിൽക്കുക. ഞങ്ങളെ യൂത്ത് ലീഗ് പരാതി കൊടുത്തു. കൊല്ലത്ര ഇയറിങ്ങൾ അനങ്ങിയില്ല. അതാണ് അൻവർ എന്ന് പറഞ്ഞ് ഇവിടുത്തെ ADCP ഇടയ്ക്കിടയ്ക്ക് ഈ ദത്തേത്രയാവും അതേമാതിരിയുള്ള ആളുകളൊക്കെ ആയിട്ടൊക്കെ ബന്ധപ്പെട്ട എന്താ കാര്യം? ഇവിടുത്തെ സത്യമാണ്. ഇവിടുത്തെ പോലീസ് CPM-ന്റെ കയ്യിലില്ല, റെജി ലൂക്കോസിന്റെ കയ്യിൽ തന്നെ ഇല്ല. റെജി ലൂക്കോസിനെ തന്നെ പോലീസ് പൊക്കി നോക്കട്ടെ. BJP-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസ് പോകേണ്ടി വരും ഇറക്കണമെങ്കിൽ. CPM-കാർക്ക് കഴിയില്ല. ശരി. അപ്പോൾ ജാമിദ ടീച്ചറെ തൊടാൻ മടിക്കുന്ന പോലീസ് PC ജോർജിനെയും തൊടാൻ മടിക്കുന്നു എന്നുള്ളതാണ്. കെന്നഡി കരിമ്പങ്കാല, ഇവിടെ PC ജോർജിനെ പിന്തുണച്ച് ആരും BJP-ക്കാർ പോലുമില്ല
ഇന്ന് ഈ ചർച്ചയിൽ പോലും ബി ജെ പി വക്താക്കൾ പങ്കെടുക്കുന്നില്ല എന്നാണ് തീരുമാനിച്ചത്. കാരണം അവർക്ക് പി സി ജോർജിനെ ഡിഫെൻഡ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇത്തരം സാഹചര്യത്തിൽ എന്ത് പ്രിവിലേജാണ് പി സി ജോർജിന് ലഭിക്കുന്നത്? അജിംസെ, ഞാൻ കുറച്ചു നേരമായിട്ട് ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ അജിംസ് മാക്സിമം സി പി എമ്മിൻ്റെ പ്രതിനിധിയായി വന്നിരിക്കുന്ന ശ്രീ റെജി ലൂക്കോസിനെ പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതും സി പി എമ്മിനെ എതിരെ പറയുന്നതും ഒക്കെ കുറച്ച് നേരമായിട്ട് ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അജിംസിന് ഇപ്പോൾ എന്താ വേണ്ടേ? അജിംസിന് വേണ്ടത് ഈ നാട്ടിലെ, ഈ ലോകത്തിലെ തന്നെ കൊള്ളരുതാത്തവരെന്ന് അറിയപ്പെടുന്ന കുറേ എണ്ണത്തിനെ ന്യായീകരിച്ചുകൊണ്ട് നടക്കുന്ന, അല്ലെങ്കിൽ ഒരു തെറ്റായ ഐഡിയോളജിയുടെ പിന്തുണയ്ക്കാൻ നടക്കുന്ന കുറേ എണ്ണത്തിനെ പുറത്ത് കാണുകയും അത് വിളിച്ചു പറഞ്ഞു എന്നുള്ളൊരു കാര്യം കൊണ്ട് പി സി ജോർജിനെ അകത്താക്കുകയും ചെയ്യും. ഒരു നിമിഷം അങ്ങിപ്പോൾ പറയുന്നതിൽ ക്ലാരിറ്റി വേണം. ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, അത് അങ്ങയോട് മുൻകൂറായി പറയാനുള്ളതാണ്. ഇതൊരു ടെലിവിഷനാണ്. ഈ ടെലിവിഷൻ നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് ഡിജിറ്റൽ സ്റ്റാൻഡേർഡ് അതോറിറ്റിയുടെ കീഴിൽ വരുന്നൊരു സ്ഥാപനമാണ്. അങ്ങ് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ, നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ പരിധിയിൽ വരാതെ അങ്ങ് സൂക്ഷിച്ചാൽ നന്നായിരിക്കുന്നു. അല്ലെങ്കിൽ എനിക്കെതിരെയും കേസ് വരും. ഇനി അങ്ങ് തുടരൂ പ്ലീസ്. തീർച്ചയായിട്ടും ഞാൻ പരിധി നിർത്തി തന്നെയാണ് പറയുന്നത്. പക്ഷേ ഞാൻ പരിധി നിർത്തി സംസാരിക്കുമ്പോൾ ആ വാക്കുകൾ ലേശം കടുത്തുപോയാൽ ആ വ്യക്തികളുടെ പ്രവൃത്തിയോളം വരുന്നില്ല. ഇപ്പം പി സി ജോർജിനെ താങ്കൾ അകത്താക്കി കാണാൻ, അല്ലെ അഴിക്കുള്ളിലായി കാണാൻ അങ്ങ് ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ വന്ന, അതായത് ഒരു പൂഞ്ഞാറുകാരൻ്റെ ഭാഷയിൽ പറഞ്ഞു ഗ്രാമറിക്കൽ എറേഴ്സ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന, അതല്ലെങ്കിൽ ഒരു പൂഞ്ഞാറുകാരൻ്റെ ഭാഷാ വൈകല്യം, അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഇതിനകത്ത് പറയാനായിട്ട് വലിയ നീട്ടിപ്പിടിച്ച് പറയാനില്ല. എന്നാൽ അദ്ദേഹം ഓരോ തവണയും, ഈ പി സി ജോർജ് ഓരോ തവണയും, ഇപ്പൊ കോടതിയെ ഞാൻ വിമർശിക്കാനില്ല, കോടതി ഉത്തരവിനെ അങ്ങനെ അതിലെന്താണ് ഗ്രാമർ മിസ്റ്റേക്ക് ഉള്ളത്? ശ്രീ കെന്നഡി കരിമിങ്കാല, പി സി ജോർജിന് ഗ്രാമർ അറിയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അധിക്ഷേപിക്കരുത്. അദ്ദേഹം നല്ല പച്ച മലയാളത്തിൽ ശുദ്ധമായി തന്നെയാണ് പറഞ്ഞത്. പാകിസ്ഥാനി പോടാന്ന് ഞാൻ പറയട്ടെ. ആ പറഞ്ഞതിൻ്റെ ആ ബാക്കി കൂടി എന്താണ് അജിംസ് പറയാത്തത്? ഏതർത്ഥത്തിലാണ് പറഞ്ഞത്? രാജ്യദ്രോഹികളെ, രാജ്യത്തിന് വേണ്ടി സംസാരിക്കാത്തവരെ, ആരായി രാജ്യദ്രോഹികൾ അദ്ദേഹം വിളിച്ചത്? ആരെയാണ് എന്ത് ചെയ്യണം? ഓക്കെ, ആരെയാണ് രാജ്യദ്രോഹികൾ അദ്ദേഹം വിളിച്ചത്? അത് അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആരാണോ രാജ്യദ്രോഹികൾ? അങ്ങനെയല്ല. ആരാണോ രാജ്യദ്രോഹികൾ എന്നല്ല, ഇവന്മാരൊക്കെ രാജ്യദ്രോഹികളാണ്, ഇവന്മാരൊക്കെ തീവ്രവാദികളാണ്. ഞാൻ ഇവന്മാർ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് അദ്ദേഹം ഉപയോഗിച്ച വാക്ക് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ തന്നെ പച്ചയ്ക്കാ പറഞ്ഞത്. അതിലൊരു ക്ലാരിറ്റി കുറവും പി സി ജോർജിന് ഉണ്ടായില്ല. അദ്ദേഹം പിന്നീട് മാപ്പ് പറയുകയും ചെയ്തു. ഗ്രാമർ മിസ്റ്റേക്കാണ്. പിന്നെ മാപ്പിന്റെ കാര്യം എന്താണ് ശ്രീ കെന്നഡി? ഞാൻ പറയാം. ഇപ്പോൾ അജിംസിന്റെ സംസാരം മുസ്ലിം ലീഗിന്റെ പ്രതിനിധി ശ്രീ ഷാഫി പറയുന്നത് പോലെ തന്നെയാണ് അജിംസും സംസാരിക്കുന്നത്. ഗോവിന്ദ മാഷിനെ എതിർക്കുക, ബഹുമാനപ്പെട്ട ഞാൻ എന്റെ ചർച്ചയിൽ എവിടെയും ഗോവിന്ദ മാഷിനെയോ അദ്ദേഹത്തിന്റെ പാർട്ടിയോ ഇക്കാര്യത്തിൽ എതിർത്തിട്ടില്ല. ഞാൻ പറഞ്ഞ കാര്യം, ഒരു പ്രാവശ്യം ഇതേ വിദ്വേഷ പ്രസംഗം നടത്തിയ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്ത LDF സർക്കാരിന്, പിണറായി വിജയന് ഇപ്പോൾ ആ തൻ്റെ ഇടമില്ലാത്തത് എന്തുകൊണ്ടാണ് എന്ന് റെജി ലൂക്കോസിന്റെ വാക്കുകൾ കടമെടുത്ത് തിരിച്ചു ചോദിക്കുക മാത്രമേ ചെയ്തുള്ളൂ. എനിക്കിതിൽ ആരുടെ എതിർപ്പോ വിദ്വേഷം ഒന്നുമില്ല. അതേ നാക്കുകൊണ്ട് അതേ സന്ദർഭത്തിൽ തന്നെ ഞാൻ തിരിച്ചു ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് അജിംസോ ഷാഫിയോ ഈ ആനപ്പുറത്ത് എഴുന്നള്ളിച്ച ഹറാം പറഞ്ഞവന്മാരുടെ ഫോട്ടോ, ഈ ലോക കുറ്റവാളികളെ, കൊടും ക്രൂരത കാണിക്കുന്ന ക്രിമിനലുകളെ, ആരെക്കുറിച്ചാണ് ഈ ആനപ്പുറത്ത് എഴുന്നള്ളുന്ന ഹറാം പറഞ്ഞവരെന്ന് നിങ്ങൾ പറയുന്നത്? ബി പാർലമെന്ററി ഇൻ യുവർ വേർഡ്സ്. ആരെക്കുറിച്ചാണ് നിങ്ങൾ ഹറാം പറഞ്ഞ എന്ന് പറയുന്നത്? ആനപ്പുറത്ത് എഴുന്നള്ളിച്ചത് ആരുടെ ഫോട്ടോയാണെന്ന് അജിംസിന് അറിയില്ല. ആരുടെ ആനപ്പുറം? ആരുടെ എഴുന്നള്ളിച്ചത് ലോക കുറ്റവാളികളല്ലേ? ആരെ എഴുന്നള്ളിച്ചു? നിങ്ങൾ എന്തായി പറയുന്നത്? ആരെ കുറിച്ചാണ് പറയുന്നത്? ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഒളിഞ്ഞു തെളിഞ്ഞു അല്ല, നിങ്ങൾ കാര്യമായിട്ട് പറയൂ. ആരെ കുറിച്ചാണ് നിങ്ങൾ ആനപ്പുറത്ത് എഴുന്നള്ളി ഹറാം പറഞ്ഞവർ നിങ്ങൾ പറയുന്നത്? ആരെ കുറിച്ചാണ്? കണ്ണടച്ചോളൂ. ആരെ കുറിച്ചാണ്? ആരുടെ കുറിച്ചാണെന്നൊരു മാധ്യമ പ്രവർത്തനം ഞാൻ പഠിപ്പിക്കണോ? എനിക്കറിയില്ല. ആനപ്പുറത്ത് ആരെങ്കിലും എഴുന്നള്ളിയതായിട്ട് എനിക്കറിയില്ല. ആനപ്പുറത്ത് ആരെങ്കിലും എഴുന്നള്ളിയതായിട്ട് എനിക്കറിയില്ല. വെറുതെ പറഞ്ഞു പോലെ നിങ്ങൾ ആരെ കുറിച്ചാണെന്ന് പ്രവർത്തനം അറിയില്ല എന്ന് പറയുന്നത് ഇല്ല, അറിയില്ല. ആനപ്പുറത്ത് എഴുന്നള്ളി ആരാന്ന് എനിക്കറിയില്ല. അതെനിക്കറിയില്ല. എനിക്കറിയില്ല. നിങ്ങൾ പറയൂ. അജിംസ് പറയുന്ന കളവ് ഈ ലോകം കാണുന്നു. ഞാൻ ആനപ്പുറത്ത് എഴുന്നള്ളുന്നത് കണ്ടത് തൃശ്ശൂർ പൂരത്തിന് കിടമ്പ് എഴുന്നള്ളിക്കുന്നത് കണ്ടിട്ടല്ല. ആനപ്പുറത്ത് എഴുന്നള്ളിയെന്നാണ് പറയുന്നത്. നിങ്ങൾ എന്താ പറയുന്നത്? നിങ്ങൾ എതിർത്തോ?
അല്ല, നിങ്ങൾ ആരെ- എതിർത്തോ? ആരെക്കുറിച്ചാ നിങ്ങൾ ഹിസ്ബുള്ളയുടെ പറയുന്നത് കെന്നഡി നേതാവിനെ, കരിമംഗാല? ഹമാസിന്റെ നേതാവിനെ, IS-ന്റെ നേതാക്കളെ, ലോകത്തെ കൊടും ഹമാസിന്റെ നേതാവിനെ കുറ്റവാളികളുടെ ആരാ ഫോട്ടോ, ആനപ്പുറത്ത് എഴുന്നള്ളിച്ച് ലോകത്തെ പറയൂ. കൊടും കുറ്റവാളികളുടെ അല്ല, ഫോട്ടോ ആരെക്കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്? പറയൂ. ആനപ്പുറത്ത് നിങ്ങൾ മിണ്ടിയോ? നിങ്ങൾ ആരാ എതിർത്തോ അജിംസേ? ആനപ്പുറത്ത് എഴുന്നള്ളിച്ചു? നിങ്ങൾ നിങ്ങൾ എന്തായി കണ്ണടച്ചു. പറയുന്നത്? നിങ്ങൾ ആരെ ചർച്ച എഴുന്നള്ളിച്ചു വെച്ചില്ല. എന്നാണ് പറയുന്നത്? നിങ്ങൾ കണ്ണടച്ചു. ഷാഫിയും കണ്ടില്ല, അജിംസും കണ്ടില്ല. ആരെ എഴുന്നള്ളിച്ചു എന്നാ പറയുന്നത്? നിങ്ങൾക്കറിയാം ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന്. ഞാൻ പറയാം. നിങ്ങൾ ഉദ്ദേശിച്ചത് എന്താണ് ഞാൻ പറയാം. പറഞ്ഞത്? നിങ്ങൾ തെളിച്ച് പറ. നിങ്ങൾ തെളിച്ച് പറ. നെഞ്ചത്ത് കൈവച്ച് മാധ്യമപ്രവർത്തനം നടത്തുക. അല്ല, എനിക്കറിയില്ല ആരെ ആനപ്പുറത്ത് എഴുന്നള്ളിച്ചത് എനിക്കറിയില്ല. പറയൂ. മാധ്യമപ്രവർത്തനം നടത്ത്. ഈ നാട്ടിൽ കേരളത്തിന്റെ മുന്നിൽ, കേരളീയരുടെ മുന്നിൽ നടക്കില്ല. നിങ്ങൾ എന്ത് ഒരു കൂട്ടം നടക്കില്ല? വിചാരിച്ചാൽ ആനപ്പുറത്ത് എഴുന്നള്ളിക്കൽ കേരളത്തിനെ നടക്കില്ല എന്ന്. ഖിലാഫത്താക്കി കളയാനൊന്നും നിങ്ങൾ ഒരിക്കലും കരുതണ്ട. നിങ്ങൾ നടക്കില്ല. എന്താണ് സ്പെസിഫിക് പറയൂ? ജോർജിനെ എന്താണ് പി സി അകത്താക്കിയാലൊന്നും ജോർജ് പറഞ്ഞത്? ഈ ജോർജിനെ നിങ്ങൾ അതിനെ അനുകൂലിക്കുന്നു എന്ന് പറഞ്ഞു. അകത്താക്കിയാലൊന്നും എന്താണ് പി സി ജോർജ് ഞാൻ പറഞ്ഞതിനെ പറയാം. കുറിച്ച് നിങ്ങൾ അനുകൂലിക്കുന്നത്? നിങ്ങൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒരു ജോർജ് പോയാൽ എഴുതി വെച്ചോ അജിംസേ. ഒരു ജോർജിനെ ജോർജ് പറയുന്ന പോയാൽ കാര്യത്തിൽ ക്ലാരിറ്റി എങ്ങനെയുണ്ട്? 1000 നിങ്ങൾക്ക് അതുപോലെയല്ലോ ജോർജുമാരുണ്ടാവും. കെന്നഡി കരിമംഗാല. ഒരു ജോർജിനെ ജോർജിനെ നിങ്ങൾക്ക് പറയുന്ന കാര്യത്തിൽ അകത്താക്കാൻ അദ്ദേഹം പറ്റാം. പറയുന്ന കാര്യത്തിൽ ക്ലാരിറ്റി ഉണ്ട്. നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല. നിങ്ങൾ പറയുക എന്താ നിങ്ങൾ പറയുന്നത് മനസ്സിലാവുന്ന വിധം പറയൂ. വളരെ കൃത്യമായ ഒരു മാധ്യമ പ്രവർത്തനെ ഞാൻ തറാപറ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അല്ല, എന്തിനെ കുറിച്ച് നിങ്ങൾ ആനപ്പുറത്ത് എഴുന്നള്ളിക്കുന്ന ആരെ കുറിച്ചാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ പറയുന്നു ആനപ്പുറത്ത് എഴുന്നള്ളിച്ചു എന്ന് പറയുന്നു. ആരെയാണ് എഴുന്നള്ളിച്ചത്? ഇല്ല, എനിക്കറിയില്ല. എനിക്കറിയില്ല. ആരുടെ ഫോട്ടോയാണ് എഴുന്നള്ളിച്ചത്? അജിംസ് പറയൂ. എനിക്കറിയില്ല അജിംസ് ആരുടെ പറയൂ. ഫോട്ടോയാണ് അജിംസിന് ആനപ്പുറത്ത് എഴുന്നള്ളിച്ചതെന്ന് അജിംസ് എനിക്കറിയില്ല. അതിൽ മാധ്യമപ്രവർത്തനല്ലേ? കൂടുതൽ എങ്ങനെയാ പറയാ? ലോകം കേൾക്കുന്നു. ഹമാസിന്റെ നേതാക്കളെ, ഇസ്ലാം ഹനിയെ, ഈ ലോകത്തെ ക്രിമിനലുകളുടെ ഫോട്ടോ എഴുന്നള്ളിച്ചത് അജിംസ് കണ്ടില്ല. ഹമാസിന്റെ നേതാക്കളുടെ ഫോട്ടോ ഇവിടെ പ്രദർശിപ്പിക്കുന്നത് കുറ്റകരമല്ല. ഹമാസ് ഇന്ത്യയെ സംബന്ധിച്ച് ഒരു ഭീകര സംഘടനയല്ല. ഇന്ത്യ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച ഒരു സംഘടനയല്ല. അതുകൊണ്ട് അതിവിടെ ഒരു ക്രിമിനൽ കുറ്റമല്ല. അങ്ങനെ കേസെടുക്കേണ്ടതാണ്. അങ്ങനെ ഒരു ക്രിമിനൽ കുറ്റമല്ല ഇത്. നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞല്ലോ വെറും മാസങ്ങൾ പ്രായമുള്ള കുഞ്ഞിന്റെ ശരീരം ആണിയടിച്ച് പെട്ടിക്കകത്ത് കൈമാറിയവന്മാരെ പിന്തുണയ്ക്കരുത്. അത് വേറൊരു വിഷയമാണ്. അത് വേറെ വിഷയമാണ്. നിങ്ങൾ പറയുന്നത് എന്താണ്? ഇതും പി സി ജോർജ് പറഞ്ഞത് തമ്മിൽ എന്താ ബന്ധം? പി സി ജോർജ് എന്താ പറഞ്ഞത്? അവന്മാരെയൊക്കെ പാകിസ്ഥാനിലേക്ക് വിടണം, ഉമ്മാരൊക്കെ വർഗീയവാദികളും തീവ്രവാദികളും ആണ്. എത്തരക്കാരൊന്നും അങ്ങനെയൊന്നും അല്ല. അദ്ദേഹം വളരെ ക്ലാരിറ്റിയോടെ പറഞ്ഞത്. അങ്ങനെ ഹമാസിന്റെ കാര്യമോ IS-ന്റെ കാര്യമോ ആണിയടിച്ച കാര്യമോ ആനപ്പുറത്ത് കയറിയ കാര്യമോ ഒന്നും അല്ല പറഞ്ഞത്. വളരെ പച്ചയ്ക്ക് വർഗീയത പറഞ്ഞത് അദ്ദേഹം അതിന് മാപ്പ് പറയുകയും ചെയ്തു. അജിംസേ, അത്തരക്കാരെ പിന്തുണയ്ക്കുന്നവരെ പിന്നെ എങ്ങനെ വിളിക്കണം? ഇവരെല്ലാവരും ഇങ്ങനെയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരാളെ പോലും ഒഴിവാക്കിയില്ല. ആരും ഒഴിവാക്കിയില്ല. ഷാനവാസ് ഹുസൈൻ ഒഴിവാക്കിയില്ല. അബ്ദുള്ള കുട്ടിയെ ഒഴിവാക്കിയില്ല. ആരും ഒഴിവാക്കിയില്ല. നേരിടേണ്ട രീതിയിൽ നേരിടും. ആരെ നേരിടുന്ന നിങ്ങൾ ഈ പറയുന്നത്? ആരെ നേരിടുമെന്നാണ് കെന്നഡി കരിമംഗാല പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് എല്ലാവരെയും കുറിച്ചാണ്. AP അബ്ദുള്ള കുട്ടിയെ കുറിച്ചാണ് പറഞ്ഞത്. ഷാനവാസ് ഹുസൈനെ കുറിച്ചാണ് പറഞ്ഞത്. മുക്താർ അബ്ബാസ് നദ്വിയെ കുറിച്ചാണ് പറഞ്ഞത്. ആരും ഒഴിവാക്കിയിട്ടില്ല അദ്ദേഹം. കളവ് ലോകം മുഴുവൻ കേട്ടു. ഏത് കളവ്? അജിമിൻസിന് സത്യസന്ധതയില്ല എന്ന് ലോകം കേട്ടു. ആയിക്കോട്ടെ, അതല്ല പ്രശ്നം. നിങ്ങൾ ഈ പി സി ജോർജ് പറഞ്ഞ പോയിന്റിനെ കുറിച്ച് പറ. പി സി ജോർജ് പറഞ്ഞ ഏത് പോയിന്റിനാണ് നിങ്ങൾ അംഗീകരിക്കുന്നത്? അദ്ദേഹം പോലും മാപ്പ് പറഞ്ഞതാണ് പിന്നീട് അതിനുശേഷം. ഏത് പോയിന്റ്? പി സി ജോർജ് പറഞ്ഞ രാജ്യദ്രോഹികൾ എന്ന് ഉദ്ദേശിച്ച് കൃത്യമായി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവർ രാജ്യദ്രോഹം ചെയ്തതായി നമുക്ക് വ്യക്തതയുണ്ടെങ്കിൽ അവരെ അങ്ങനെ പറയുന്നതിൽ ഒരു തെറ്റുമില്ല. അതായത് സയ്യിദ് ഷാനവാസ് ഹുസൈൻ മുതൽ മുക്താർ അബ്ബാസ് നഖ്വി മുതൽ AP അബ്ദുള്ള കുട്ടി മുതലുള്ള മുഴുവൻ ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളോടും അദ്ദേഹം പറഞ്ഞത് പാകിസ്ഥാനിലേക്ക് പോകാൻ. അവരൊക്കെ രാജ്യദ്രോഹികളാണോ? AP അബ്ദുള്ള കുട്ടി, ഷാനവാസ് ഹുസൈൻ, മുക്താർ അബ്ബാസ് നഖ്വി, APJ അബ്ദുൽ കലാം. അദ്ദേഹം പറഞ്ഞു. അത് ഇനി ഇവിടെ സംപ്രേഷണം ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം മാപ്പ് പറയുകയും ചെയ്ത കാര്യമാണ്. അതിനി നിങ്ങളെ കേൾപ്പിക്കാൻ കഴിയില്ല. അത് അദ്ദേഹം മാപ്പ് പറയുകയും ചെയ്താണ് പിൻവലിച്ച്. കോടതിയിൽ പോലും പറഞ്ഞത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഗ്രാമർ മിസ്റ്റേക്ക് എന്നല്ല പറഞ്ഞത്. കോടതിയിൽ പി സി ജോർജിന് പോലും ഈ വാദമില്ല. നിങ്ങൾ ഈ പറയുന്ന വാദമില്ല. ഗ്രാമർ മിസ്റ്റേക്ക് എന്നല്ല അദ്ദേഹം പറഞ്ഞത്. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ. തുടർച്ചയായി ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരം ഭാഷാ പ്രയോഗങ്ങൾ വരുന്നു. എനിക്ക് തോന്നുന്നു കോടതി അത് മാത്രമേ വിലയിരുത്തിയിട്ടുള്ളൂ. പക്ഷേ അതിന്റെ കോണ്ടെക്സ്റ്റ് കൂടി നോക്കുമ്പോൾ ഓരോ നിങ്ങൾക്ക് ഇത്രയും സമയം അനുവദിച്ചിട്ട് അങ്ങ് വിശദീകരിച്ചിട്ടില്ല. നിങ്ങൾ ഹമാസിലേക്കും IS-ലേക്കാണോ പോയത്? അതൊന്നും പി സി ജോർജിന്റെ വാദവുമല്ല. അദ്ദേഹം അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ല. മടങ്ങി വരാം കെന്നഡിയിലേക്ക് മറ്റുള്ളവരേക്കും ഒരു ഇടവേളയ്ക്ക് ശേഷം. അതിഥികളിലേക്ക് തിരികെ. ശ്രീ റെജി ലൂക്കോസ്, ഞാൻ ആദ്യം ചോദിച്ചത് ഇനി ആവർത്തിച്ച് താങ്കളെ ബോറടിപ്പിക്കുന്നില്ല. എനിക്ക് മറ്റൊരു കാര്യം ചോദിക്കാനുള്ളതാണ്. അതായത് ഈ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യുക, അത് വലിയ വാർത്തയാവുക, അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ താരമൂല്യം കൂടും എന്നൊരാശങ്ക CPM ഉണ്ടാവും. അല്ല, CPM അങ്ങനെ ആശങ്ക വെച്ചുകൊണ്ട് ഒരു നിയമവ്യവസ്ഥയെ ലംഘിക്കുമെന്ന് അജിംസിന് തോന്നുന്നുണ്ടോ? ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷാബി പറഞ്ഞൊരു വാക്കിന് മറുപടി പറയണം.
അദ്ദേഹം അൻവറിനെ എങ്ങനെ അറസ്റ്റ് ചെയ്തു? അൻവറിനെ എന്നു മുതലാണ് പിന്നെ മുസ്ലിം ലീഗിനും ഷാഫിയെ പോലുള്ളവർക്ക് പ്രിയങ്കരനായത്? അൻവർ PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കുറിച്ച് പറഞ്ഞതും പാണക്കാട് കുടുംബത്തെക്കുറിച്ച് പറഞ്ഞതും എൻ്റെ വാക്കുകൾ ഞാനതാ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നത്, എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെയുള്ള നിങ്ങൾ സമയത്തും സന്ദർഭവും അനുസരിച്ച് അടുത്ത തവണ അധികാരത്തിലേറാൻ മലപ്പുറത്ത് 1-2 സീറ്റ് കിട്ടുന്നൊരു പരീക്ഷാർത്ഥമല്ല ഈ അൻവറിനെയൊക്കെ നിങ്ങൾ ചുമക്കുന്നത്. എന്നാൽ അൻവർ എന്ന് പറഞ്ഞ വ്യക്തി ചെയ്ത പ്രവൃത്തി എന്താണെന്നുള്ള ഷാഫിക്ക് അറിയാം. ഷാഫി ഒരു നിയമവ്യവസ്ഥയെ പാലിക്കുന്ന ഒരാളാണ്. ഷാഫി എൻ്റെ ഒരു നല്ല സുഹൃത്തു കൂടിയാണ്. അൻവറിനെ നിങ്ങൾ എങ്ങനെയാണ് PC ജോർജുമായിട്ട് കമ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റൊരാളായിട്ട് കമ്പയർ ചെയ്യുന്നത്? അൻവർ കേരളത്തിൻ്റെ ഒരു ഫോറസ്റ്റ് ഡിവിഷണൽ ഓഫീസ് കടന്നു കയറി 10-12 പേരുമായിട്ട് കടന്നു കയറി അത് ചവിട്ടി തുറന്ന് അവിടുത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥരെ ക്രൂരമായി വർദ്ധിച്ചു. അവിടുത്തെ ഓഫീസിലെ ഉപകരണങ്ങൾ മുഴുവൻ തകർത്തു. അങ്ങനെ ഒരു MLA ആരാണേലും നിയമവ്യവസ്ഥയിൽ അദ്ദേഹത്തിനെതിരെ ഫോറസ്റ്റുകാരുടെ പരാതി കൊടുക്കുമ്പോൾ കയ്യും കെട്ടിയിരിക്കുന്ന ഒരു ഗവൺമെന്റ് അൻവറിന്റെ കക്ഷി ഭരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്നും നിയമസഭാ മന്ദിരം തല്ലിപ്പൊളിച്ചവരുടെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ലല്ലോ റജി ലൂക്കോസ്. അവരൊക്കെ പിന്നീട് മന്ത്രിമാരാവുകയാണല്ലോ ചെയ്തത്. നിയമസഭാ മന്ദിരം ആരാ തല്ലിപ്പൊളിച്ചത്? നിയമസഭയിൽ പ്രതിഷേധം ഉണ്ടായി. നിയമസഭയിൽ ഒരു സ്ത്രീയെ അന്നത്തെ ജമീല പ്രകാശ് എന്ന് പറയുന്ന അൻവർ ചെയ്താൽ അത് ആക്രമണം, നിയമസഭയിൽ MLA ചെയ്താൽ അത് പ്രതിഷേധം, അങ്ങനെയാണോ? വസ്തുതകൾ പറയുമ്പോൾ അജിംസത്തിന അല്ലല്ലല്ല, അവരുടെ പേരിൽ കേസുണ്ട്, അവരുടെ പേര് കേസ് ഇന്നും നടന്നിട്ടുണ്ട്. ആ കേസ് ഒഴിവാക്കി നിങ്ങൾ പറയൂ ഇത് കേൾക്കൂ. അല്ല, തീർച്ചയായിട്ടും അതിന്റെ സംശയക്കാര്യത്തിന് ഇന്ത്യയിലെ എത്ര നിയമസഭകളിൽ പ്രതിഷേധാർത്ഥികൾ ഏതെല്ലാം രീതിയിലുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് കേരളത്തിലെ ഗവൺമെന്റ് ജനങ്ങൾ വീണ്ടും 8 സീറ്റ് അധികം നൽകിക്കൊണ്ട് ഈ പറയുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തിയിട്ട് ജനങ്ങൾ അത് അംഗീകരിച്ചെന്നുണ്ട്? നിയമസഭ തല്ലിപ്പൊളിച്ചതിനുള്ള പ്രവൃത്തിയാണ്. നിയമസഭ തല്ലിപ്പൊളിച്ചതിനുള്ള ജനകീയ മാൻഡേറ്റ് ആണ് അതെന്നാണ് നിങ്ങൾ കരുതുന്നത്? അപ്പൊ കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾ വിഡ്ഢികളാക്കിയാണ് സംസാരിക്കുന്നത്. അതിനുവേണ്ടിയാണ് നിങ്ങൾക്ക് വോട്ട് ചെയ്തതെന്നാണോ കരുതുന്നത്? നിയമസഭ തല്ലിപ്പൊളിച്ചു, നന്നായി. അതായത് വി ശിവൻകുട്ടി സ്പീക്കറുടെ ഡയസിൽ കയറി കമ്പ്യൂട്ടർ തല്ലിപ്പൊളിച്ചു, അതിന് ജനങ്ങൾ നൽകിയ മാൻഡേറ്റ് ആണ്. എന്നാൽ അദ്ദേഹത്തെ മന്ത്രിയായി കളയാം, അതായിരുന്നു നിങ്ങളുടെ പ്ലാൻ? അതാണോ നിങ്ങളുടെ മാനദണ്ഡം? അല്ല, അതിന്റെ പേര് കേസുണ്ടെന്ന് അവർ കേസിനെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുക. ശിവൻകുട്ടി തന്നെ കോടതി നേരിട്ട് ഹാജരാക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് ആ കേസ് പിൻവലിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അൻവറിന് പേരിൽ എടുത്തിരിക്കുന്നത് അൻവറിനായിട്ട് ഇവിടെ പ്രത്യേക നിയമവ്യവസ്ഥയുണ്ടോ? അല്ല, പ്രത്യേക നിയമവ്യവസ്ഥയുണ്ട്. അൻവർ ചെയ്തത് എന്താ? കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു ഉദ്യോഗസ്ഥനെ ഒരു ഫോറസ്റ്റ് ഒരു കാവൽ കേവലം ഒരു പാവം പോലീസുകാരനെ തല്ലിച്ചതച്ച് ആ ഓഫീസ് തകർത്ത് കയറുക, അതും ഒരു ജനപ്രതിനിധി. അദ്ദേഹത്തിന് കേസെടുക്കണ്ടേ? അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യണ്ടേ? അല്ല, അങ്ങനെ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഓഫീസുകൾ ആക്രമിച്ച ഉദ്യോഗസ്ഥരെ കായികമായി നേരിട്ട ആളുകളെയൊക്കെ നിങ്ങൾ വീട് കളഞ്ഞ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? എല്ലാവരെയും അങ്ങനെ എന്തെങ്കിലും സംഭവം കേരളത്തിലുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുക. പോലീസുകൾ ഇപ്പോൾ അവരെ പൊക്കിയിരിക്കും. കാരണം ഇതൊരു നിയമവ്യവസ്ഥയുള്ള ഒരു കേരളമാണ്. എന്റെ അറിവിൽ അങ്ങനെ ആരും ചെയ്തിട്ട്, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റേഷനിൽ കയറി പ്രതികളെ ബലമായി മോചിപ്പിച്ചു കൊണ്ടുപോയി രീതിയിലുള്ള സംഘടനകൾ ഉണ്ടായിട്ടുണ്ട്. സ്റ്റേഷനിൽ കയറി പ്രതികളെ ബലമായി മോചിപ്പിച്ചു കൊണ്ടുപോയ, സ്റ്റേഷനകത്തും വേണമെങ്കിൽ ബോംബുണ്ടാക്കും എന്ന് പ്രഖ്യാപിച്ച ആളുകളൊക്കെ ഉണ്ട്. നിങ്ങളുടെ പാർട്ടിക്കാരാ? അല്ല, രാഷ്ട്രീയത്തിൽ അങ്ങനെ എന്തെല്ലാം പറയും. പണ്ട് CD ഹാജി പറഞ്ഞൊരു നർമ്മമുണ്ട്. അദ്ദേഹത്തിന് എനിക്ക് വളരെ ഇഷ്ടം. അദ്ദേഹം പറഞ്ഞൊരു നർമ്മമാണെങ്കിലും അതും ഏതാണ്ട് ഇതുപോലെ തുല്യ. കാരണം CD ഹാജിയുടെ ഫലിതങ്ങൾ എന്ന് പറഞ്ഞൊരു ബുക്ക് ഇന്ന് എൻ്റെ ഉണ്ട്. ഞാനൊക്കെ അതെടുത്ത് വായിക്കാറുണ്ട്. കാരണം ചിരിച്ച് ഇത്രയ്ക്ക് സരസര. അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ വായിന്നൊക്കെ വന്നിരിക്കുന്നതെല്ലാം നാളുകളിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതാണ്, ആക്രമണത്തിനുള്ള ആഹ്വാനമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ CH മുഹമ്മദ് എന്തെല്ലാം രീതിയിലുള്ള കോമഡികളൂടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അതിനെല്ലാണോ എടുത്തിട്ട് ഈ രീതിയിൽ പറയുന്നത്? സഖാക്കളെ പിടിച്ച് കോമഡിയായിരുന്നു. അല്ല, അത് ഞാൻ അതിലേക്ക് വരുമ്പോഴെന്തിനാ എന്നെ തടയുന്നേ? ബഹുമാനപ്പെട്ട കോടിയേരി ബാലകൃഷ്ണൻ പാവപ്പെട്ട സഖാക്കളെ, നിരപരാധിയ സഖാക്കളെ വേട്ടയാടി പോലീസ് സ്റ്റേഷൻ പിടിച്ചപ്പോൾ അദ്ദേഹം പ്രതികരിച്ചു. അങ്ങനെ ഏതെല്ലാം പ്രതികരണങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ നടത്തുന്നുണ്ട്. ഇവിടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതിയ CP-ക്കെതിരെ ഇവിടെ ഇടതുപക്ഷ സഖാക്കൾ അതിലൊരാൾ ജീവിച്ചിരിപ്പുണ്ട്, വി സച്ചിദാനന്ദൻ. പുന്നപ്പുറയിൽ നിയമം കയ്യിലെടുത്ത പ്രസ്ഥാനമല്ലേ ഈ പറയുന്ന കേരളത്തിലെ ആളുകളെ ചവിട്ടിക്കൊല്ലുമ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കുന്നത് ആക്രമണവും, അതൊക്കെ ഇവിടെ പറയും. കാട്ടാനാളുകളെ ചവിട്ടിക്കൊല്ലുമ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കുന്ന ആക്രമണവും, ഏതെങ്കിലും കേസിൽ സഖാക്കൾ അറസ്റ്റിലാവുമ്പോൾ അവരെ സ്റ്റേഷനിൽ നിന്ന് മോചിപ്പിക്കുന്നത് സ്വാതന്ത്ര്യ സമരവും, അങ്ങനെയാണോ? അല്ല, കാട്ടാന ആക്രമിച്ച കേസിൽ ഇവിടുത്തെ ആരെയാണ് പ്രതിഷേധത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തത്, കയ്യാൻ വെച്ചത്? ഇതുവരെ ഉണ്ടായിട്ടില്ല. നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞത്? ഞാൻ ഈ കാട്ടാന ആക്രമണത്തിനെതിരെ അതിനെതിരെ നിയമ നടപടിയല്ല, അതിനെതിരെ ആ വനങ്ങളിലുള്ള
പിന്നെ എണ്ണം പെരുകിയ മൃഗങ്ങളെ കള്ളിങ് നടത്തുന്നത് ബാധിച്ച ഒരാളാണ് ഞാൻ ചർച്ചകളിൽ ഇരുന്നുണ്ട്. പക്ഷേ അതിനെതിരെ പ്രതിഷേധിച്ചപ്പോൾ അൻവർ ഈ പറയുന്ന വന്യജീവി ഓഫീസ് ആക്രമിച്ചു എന്ന കേസ് ഉണ്ടായത്. അതായത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരൊക്കെ സമരം ചെയ്യുമ്പോൾ അതെല്ലാം ആക്രമണം, നിങ്ങൾ സമരം ചെയ്ത് സാധനങ്ങൾ തല്ലിപ്പൊളിച്ചതൊക്കെ സ്വാതന്ത്ര്യ സമരം. എന്റെ ചോദ്യം അതൊന്നുമല്ല. പി.സി. ജോർജ് ഒരു വ്യക്തിയോട് തന്നെ 2 ഘട്ടങ്ങളിൽ 2 നിലപാട് വരുന്നതിനെ കുറിച്ചാണ് ഞാൻ ആദ്യം ചോദിച്ചത്. അതിന് അങ്ങ് മറുപടി പറഞ്ഞില്ല. ഇനി എന്റെ ചോദ്യം, അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പി.സി. ജോർജിന്റെ പൊളിറ്റിക്കൽ സ്റ്റാർട്ടം വലുതാകും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അതാണോ നിങ്ങളുടെ കാരണം? അപ്രസക്തനായ ഒരു രാഷ്ട്രീയപരമായിട്ട് അപ്രസക്തനായ ഒരു വ്യക്തിക്ക് പൊളിറ്റിക്കൽ സ്റ്റാർഡം വലുതാവുന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വ്യാഖ്യാനിക്കുന്നത് അത് വെറുതെ ചുമ്മാ നിങ്ങൾ പ്രകോപനമായിട്ട് ചോദിക്കുന്നത്. നിങ്ങൾ എം വി ഗോവിന്ദനെ മാഷെ കുറിച്ച് നേരത്തെ ഇവിടെ എന്റെ പ്രിയ പിന്നെ എനിക്ക് തോന്നുന്നു ഞങ്ങൾ കോട്ടത്തെ അത് കേൾക്കൂ, എന്താണ് ഗോവിന്ദ മാഷയെ കുറിച്ച് പോലും പറഞ്ഞപ്പോൾ അതിന് മറുപടി പറയാതെ നിങ്ങളിങ്ങനെ സംസാരിപ്പിക്കാതിരിക്കുന്നത്? ഇത് റെക്കോർഡിലുള്ള കാര്യങ്ങളല്ലേ? എനിക്ക് തോന്നുന്നത് അത് കോട്ടയത്ത് വെച്ചാണെന്ന് തോന്നുന്നത്. അദ്ദേഹം DC സന്ദർശിച്ചപ്പോൾ, അത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് സബ്ജക്റ്റ് ടു കറക്ഷൻ, അദ്ദേഹത്തിനോട് മാധ്യമങ്ങൾ ചോദിച്ചു ഈ പി.സി. ജോർജ് പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞു ഇതിനൊന്നും ഞാൻ മറുപടി പറയില്ല. കാരണം അദ്ദേഹത്തിന് അത്രയ്ക്കുള്ള പ്രസക്തിയെ ഇപ്പോൾ കേരള രാഷ്ട്രീയം നൽകുന്നുള്ളൂ. അങ്ങനെയുള്ള ആളുകളെ നിങ്ങളിങ്ങനെ സംസാരിച്ച് ചർച്ച ചെയ്ത് ഇങ്ങനെ വലിയൊരു ആളാക്കാതെ അതിൻ്റെ ആവശ്യമില്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, പി.സി. ജോർജ് തെറ്റെന്താണ്, പി.സി. ജോർജ് തെറ്റെന്താണെന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് ഞാൻ ഈ ചർച്ച തുടക്കത്തിൽ പറഞ്ഞു. അതേ ഇന്ത്യയുടെ ഭരണഘടന ലംഘിച്ചിരിക്കുന്നത്, അദ്ദേഹത്തിന് കിട്ടിയ ജാമ്യവ്യവസ്ഥ അദ്ദേഹം ലംഘിച്ചിരിക്കുന്നു. ഏത് രീതിയിൽ ന്യായീകരിച്ചാലും പി.സി. ജോർജ് തെറ്റാ. അല്ലെ ഞാൻ ഇന്ത്യൻ ഭരണഘടന മാനിക്കുന്നില്ല, ഇന്ത്യൻ ഭരണഘടന എനിക്ക് പുല്ലാണ്, ഇതൊന്നും ഞങ്ങളാരും മാനിക്കുന്നില്ലെന്ന് ഇക്കൂട്ടരൊക്കെ പറഞ്ഞാൽ പ്രശ്നം തരുന്നില്ലേ? അപ്പം നീയും അവരുടെ പേര് പുറകെ പൊക്കോളും. ഇതൊക്കെയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. പി.സി. ജോർജ് പറഞ്ഞ വാദങ്ങൾ, പി.സി. ജോർജ് പറഞ്ഞ വാക്ക് ഞാൻ പറഞ്ഞില്ല. ആ ചർച്ച ഞാൻ കണ്ട ഒരാളാണ്. വാസവമ്പരാണെന്നുണ്ടെങ്കിൽ ലജ്ജിച്ചു പോയി. കേരളത്തിൽ ഇപ്പം ജീവിച്ചിരിക്കുന്ന ഒരു നാണക്കേട് പോലെ തോന്നി. എന്തായി പറയുന്നത്? സ്വാതന്ത്ര്യ സമര കാലം മുതൽ ഈ രാജ്യത്തിന് നൽകിയ സേവനങ്ങളും ഈ രാജ്യത്തിനെ വിഭജിക്കച്ചപ്പോൾ ഞങ്ങളുടെ രാജ്യത്തേക്ക് ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് തിരൂരും മലപ്പുറത്തൊക്കെ ഇപ്പോഴും ആ തലമുറകൾ അവസാനം കണ്ട് ജീവിച്ചിരിപ്പുണ്ട്. എൻ്റെ നാട് ഭാരതമാണെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകത്തില്ല എന്ന് പറഞ്ഞു ഒരു വലിയ വിഭാഗമുണ്ട്. ആ വിഭാഗത്തിൽ ആ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അത് തന്നെയുമല്ല, അന്ന് പാകിസ്ഥാനിൽ നിന്ന് പോലും ഈ രാജ്യം വിഭജിച്ചപ്പോൾ ഇതേ മതവിഭാഗത്തിൽപ്പെട്ടവർ അത് പ്രതിഷേധിച്ച് ഞങ്ങൾ എൻ്റെ രാജ്യത്ത് ഇന്ത്യയിൽ താമസിക്കുമെന്ന് പറഞ്ഞ് തിരിച്ചു വന്ന കഥയുണ്ട്. പ്രത്യേകിച്ച് രാജസ്ഥാനിലും ഗുജറാത്തിലൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ ഡോൺ എന്ന് പറഞ്ഞ പത്രത്തിൽ അന്ന് പ്രശസ്തരായ ഒരു മാധ്യമപ്രവർത്തനം ഉണ്ടായിരുന്ന കാലത്ത് അദ്ദേഹം മരിച്ചിട്ട് 6-7 വർഷമേ ഉള്ളൂ. കുട്ടി അതിന് ഇൻഷിയാൻ മറന്നുപോയി. ഒരു ഷാബി ഓർക്ക്, ഷാബിയുടെ നാട്ടുകാരാ. അദ്ദേഹം പല പ്രാവശ്യം കേരളത്തിൽ വരികയും ഞാനൊരു റിയാലിറ്റി ആയി പറയുന്നത്, അത് കയറി തടയരുത്. അദ്ദേഹം എഴുതിയ ലേഖനങ്ങളൊക്കെ ഞാൻ ആർത്തിയോടെ വായിക്കുമായിരുന്നു. കാരണം പാകിസ്ഥാനിലെ വിവരങ്ങൾ അറിയാനായിട്ട് അദ്ദേഹം ഒരിക്കൽ പോലും ഈ രാജ്യത്തിന് എതിര് പറഞ്ഞുകൊണ്ട് മോശമായിട്ട് സംസാരിച്ചില്ല. നിർഭാഗ്യവശാൽ അദ്ദേഹം അവിടെ ജീവിച്ചു പോയി. അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽപ്പെട്ടവരെ നീയൊക്കെ പാകിസ്ഥാനിലേക്ക് പോടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ഇവിടുത്തെ ഒരു മനുഷ്യരും അംഗീകരിക്കുന്നില്ല. അത് BJP-ക്കാർ പോലും അംഗീകരിക്കുന്നില്ല. എന്തുകൊണ്ടാണ് BJP-ക്കാർ പോലും രംഗത്ത് വരാത്ത? അദ്ദേഹത്തിന് അനുകൂലമായിട്ട് ആരെങ്കിലും വന്നോ? ഇവിടെ നിങ്ങൾ ആലോചിക്കണം, ഇവിടെ K. സുരേന്ദ്രനെ അന്ന് BJP-യുടെ സംസ്ഥാന പ്രസിഡന്റല്ലേ, സംസ്ഥാന ജനറൽ സെക്രട്ടറിയാ. ശബരിമല കാലത്ത് അദ്ദേഹത്തിന് 32 ദിവസം ജയിലിലിട്ടു. അന്ന് ഈ സർക്കാർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന BJP ചായ്വ് കാണിക്കാൻ പറ്റില്ലായിരുന്നോ? ഭയന്നിട്ടാണെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് തെറ്റി ഇങ്ങനെയാണെന്ന് വ്യാഖ്യാനിക്കരുത്. ഈ ഇതുപോലെ സെക്യുലറിസത്തിനെ മുറുകെ പഠിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിന്റെ അവരെ ഇങ്ങനെ ഈ രീതിയിൽ വ്യാഖ്യാനിക്കാൻ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പോലും പി.സി. ജോർജിനെ അറസ്റ്റ് ചെയ്യാൻ പിണറായി വിജയൻ ധൈര്യമുണ്ടായിരുന്നു. ഇപ്പോൾ എന്തുകൊണ്ട് ധൈര്യമില്ല? ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് വരുവാണ്. അതാണ് എൻ്റെ ചോദ്യം. പിണറായി വിജയൻ്റെയൊക്കെ ധൈര്യത്തെയൊക്കെ ചോദ്യം അജിംസിനെ പോലെ ഒരു ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു മാധ്യമപ്രവർത്തന വാദറക്കരുത്. അതൊക്കെ കഷ്ടമാണ്. കാരണം പിണറായി വിജയൻ പി.സി. ജോർജ് ഒന്നും ഒരു ചുക്കുമല്ല. പിണറായി വിജയന് ധൈര്യത്തെ പറ്റിയൊക്കെ ചോദിക്കില്ല. തൻ്റെ അടുത്തുള്ള വാക്ക് എനിക്ക് കുറച്ചുകൂടി രസമായിട്ട് തോന്നുന്നത് ഞാൻ ഉപയോഗിച്ച വാക്കാൻ. പിണറായി വിജയന് പി.സി. ജോർജിനെ അറസ്റ്റ് ചെയ്യാൻ ധൈര്യമില്ലെന്നൊക്കെ പറഞ്ഞാൽ എനിക്കതിന് ഞാൻ എന്താ മറുപടി പറയണേ? ആരാണ് പിണറായി വിജയൻ? ഇന്ന് നിങ്ങളുടെ കേന്ദ്രമന്ത്രി അജിംസിൻ്റെ അല്ല BJP-യുടെ പീയൂഷ് ഗോയൽ ഇന്നത്തെ വ്യവസായ സമ്മിറ്റിൽ പ്രസംഗിച്ച് കേട്ടായിരുന്നോ? എന്തുകൊണ്ടാ? നിതിൻ ഗഡ്കരി ഓൺലൈനിൽ വന്ന് പ്രസംഗിച്ചു കേട്ടായിരുന്നു. ഞാനത് ലൈവായിട്ട് കണ്ട ഒരാളാ. അഭിമാനമുണ്ട് കേരളത്തെക്കുറിച്ച്. ഇത്രയധികം ദ്രോഹങ്ങൾ ചെയ്തിട്ടും അദ്ദേഹത്തിൻ്റെയൊക്കെ വായിന്ന് വരുന്ന വാക്കുകൾ നിങ്ങൾ ആലോചിക്കണം. ദൃഢനിശ്ചയമുള്ള ഒരു കാര്യം നല്ലതെന്ന് തോന്നിയാൽ അത് ചെയ്യാൻ തൻ്റെ ഇടമുള്ള കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ കേരളയിലെ പോലെ അനുകൂലമായിട്ട് സംസാരിക്കേണ്ട സാഹചര്യം ഉണ്ടായി. ഈ BJP-ക്കാർ അവിടെ പോയി നിരന്തരമായിട്ട് നടത്തരുതെന്ന് പറഞ്ഞിട്ട്, ഇവിടുത്തെ UDF-കാർ പാടില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. 66,000 കോടി രൂപ ഇന്ന് ഓൺ ഓഫ് എ സഡൻ നിതിൻ ഗഡ്കരി പ്രഖ്യാപിച്ചു. എന്തുകൊണ്ടാ? ഇതേ പിണറായി വിജയന്റെ വായ്പ തന്നത് നമുക്ക് അർഹതപ്പെട്ട ഗ്രാന്റ് തരാതെ അതങ്ങ് ചോദിച്ചു മേടിച്ചുകൂടായിരുന്നു ധൈര്യമുള്ള ആൾക്ക്? അല്ല,
അതെന്തൊരു സംസാരിക്കുന്നത്? കേന്ദ്ര സർക്കാരിനെതിരെ ഈ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ പോയി സമരം ചെയ്ത ഈ രാജ്യത്തെ 28 സംസ്ഥാനങ്ങളിലെ ഏക ശരി, പക്ഷേ മുണ്ടക്കൈക്ക് തന്നില്ല. മുണ്ടക്കൈ തന്നത് വായ്പയാണ്. അത്രേ ഉള്ളൂ. മുണ്ടക്കൈക്ക് വായ്പയാണ് മേടിച്ചിട്ട് നിങ്ങൾ പറയുന്നത് പിണറായി വിജയന്റെ ധൈര്യം കണ്ട് കേന്ദ്രമന്ത്രിമാർ പുകഴ്ത്തി എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചാൽ ആ ധൈര്യം ഉപയോഗിച്ച് ആ മുണ്ടക്കൈക്ക് അത് വാങ്ങിയെടുക്കാമായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? ഞാൻ പറഞ്ഞത് പിണറായി വിജയന്റെ ധൈര്യമല്ലേ, പിണറായി വിജയന്റെ ആർജവത്വം അതാണ്. നിങ്ങൾ അവിടെ ധൈര്യം മുടക്കരുത്. ധൈര്യം പറഞ്ഞ് പേടിപ്പിക്കാനാണ്. കത്തി കാണിച്ചിട്ട് കഴിഞ്ഞോട്ട് കാശ് തരാൻ പറഞ്ഞ ആളാണ് ഞാൻ ഈ ചർച്ചയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ അങ്ങോട്ട് ചോദിച്ചത് എന്തുകൊണ്ട് ആ ധൈര്യവും ആർജവും ഇപ്പോൾ പി സി ജോർജിന്റെ കാര്യത്തിൽ കാണുന്നില്ല എന്നുള്ളതായിരുന്നു. അതിന് അങ്ങ് മറുപടി പറയുന്നില്ല, ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശ്രീ ഷാഫി ചാലി, ഷാഫി ചാലി ഏത് മനുഷ്യനും എന്ത് കുറ്റം ചെയ്ത ആൾക്കും, നിങ്ങൾ ആരോടാ സംസാരിക്കുന്നത്? ശരി, ഷാഫി ചാലിം ഏത് മനുഷ്യനും എന്ത് കുറ്റം ചെയ്തയാൾക്കും നിയമപരമായ ഭരണഘടനാപരമായ അവകാശമാണ് ജാമ്യം എന്നുള്ളത്. അദ്ദേഹം ജാമ്യം തേടിക്കോട്ടെ എന്ന് പോലീസ് നീതിപൂർവം, ജാമ്യമാണ് നിയമം എന്നാണ് വി ആർ കൃഷ്ണയ്യർ പോലും വിധിന്യായങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. എങ്കിൽ അതിൽ തെറ്റ് പറയാൻ കഴിയും? അല്ല, അങ്ങനെയാണ് ഒറ്റ സെന്റൻസോട് ഞാൻ പറയാം. അവസരം തരണം. എനിക്ക് സുപ്രീം കോടതി പോയപ്പോഴത്തേക്ക് അറസ്റ്റ് ചെയ്തിട്ടില്ല. എന്താ കാരണം? ശരി, പൊതുമാനദണ്ഡമാണ്. ശരി, ഷാഫി ചാലി. റജി, ഞാൻ പറയട്ടെ. അതായത് തിരുവനന്തപുരത്തെ കോടതിയിൽ ആദ്യത്തെ വിദ്വേഷ പ്രസംഗത്തിനെടുത്ത ആ കേസിൽ ജാമ്യം കൊടുക്കുന്ന ആ ജാമ്യ വ്യവസ്ഥ എന്താണെന്ന് പഠിക്കണം. എന്താ ജാമ്യ വ്യവസ്ഥ? അദ്ദേഹം പറഞ്ഞു, ഇനി മേലാൽ ഞാൻ മതവിദ്വേഷം ഉണ്ടാക്കുന്ന ഒരു വാക്കും പറയില്ലെന്ന് ബഹുമാനപ്പെട്ട കോടതിക്ക് മുമ്പിൽ സത്യവാങ്മൂലം സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ജാമ്യം കിട്ടുന്നത്. ജാമ്യം തന്നെ പറഞ്ഞതാണ്, ജാമ്യത്തിൽ വളരെ കൃത്യമായി പറഞ്ഞു, ഇനി മേലാൽ എന്ത് ചെയ്ത് ഇത്തരത്തിലുള്ള വിദ്വേഷങ്ങൾ നടത്തരുതെന്ന ഉപാധിമേൽ കൊടുത്ത ആ ജാമ്യ വ്യവസ്ഥയാണ് ലംഘിക്കുന്നത്. ഈ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചാൽ എന്താ ചെയ്യേണ്ടത്? ആ തിരുവനന്തപുരം കോടതിയിൽ ഈ പി സി ജോർജ് ജാമ്യ വ്യവസ്ഥ ലംഘിച്ചിരിക്കുന്ന ഞാൻ പറയട്ടെ റജി സംസാരിക്കുമ്പോൾ ഞാൻ മുണ്ടിയോ? അതിന്റെ ഒരു പിന്നെ എന്താ മര്യാദ എന്നോട് തിരിച്ചു കാണിക്കും. സമയം കുറയാണ്, പൂർത്തിയാക്കും. ഓക്കെ റജി, ഇതുണ്ടാക്കല്ലേ. അതായത് ഞാൻ പറയുന്നത് എന്താ, വളരെ റജി ലൂക്കോസ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, റജി ലൂക്കോസിനെ ഇവിടെ വാദിച്ച് തോൽപ്പിക്കാനല്ല ഞാൻ പറ്റുന്നത്. നിങ്ങളെ പാർട്ടിക്കകത്ത് വാദിക്കേണ്ടത് കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഇയാൾക്ക് ഈ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചു, ഉറപ്പല്ലേ? ലംഘിച്ചു കഴിഞ്ഞാൽ ആ ജാമ്യ വ്യവസ്ഥ ലംഘിച്ച വിവരം തിരുവനന്തപുരത്തെ കോടതിയെ അറിയിക്കേണ്ട ബാധ്യത കേരള പോലീസിനില്ലേ? ഈ നിമിഷം വരെ നിങ്ങളെ പോലീസ് അത് അറിയിച്ചോ? അറിയിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ പി സി ജോർജിനെ സംരക്ഷിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഒന്നത്. രണ്ടാമത്തത്, ഈ വിഷയത്തിൽ സാധാരണ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി നിരാകരിച്ചു കഴിഞ്ഞാൽ അതിനർത്ഥം ഉടൻ പോലീസിന് അറസ്റ്റ് ചെയ്യാമെന്നാണ്. അതൊരു സൈലന്റ് ഉത്തരവാണ്. അതിവിടെ പാലിക്കുന്നുമില്ല. പിന്നെ അതോടൊപ്പം തന്നെ റജി ഇവിടെ വേറൊരു കാര്യം പറഞ്ഞു, അൻവറിന്റെ കാര്യം. സത്യത്തിൽ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലെ ആ FIR റജി ലൂക്കോസ് കണ്ടിട്ടില്ല. അതിൽ 2 കാര്യമാണ് പറഞ്ഞത്. ഒന്ന് കസാലന്റെ കാലൊടിഞ്ഞതും ഒരു ബൾബ് തകർത്തതും മാത്രമാണ്. അല്ലാതെ മനുഷ്യരെ ഉദ്യോഗസ്ഥനെ തല്ലിയൊന്നും ആ FIR ഒന്ന് വായിച്ചു നോക്കുക. പിന്നെ അൻവർ ഈ ഫോറസ്റ്റ് ഓഫീസ് കാണിച്ചൊന്നും ഞാനും റജി ലൂക്കോസും അജീംസും ഒന്നും ഞങ്ങളാരും കണ്ടിട്ടില്ല. പക്ഷെ അസംബ്ലിയിൽ നമ്മൾ എന്താണ് ശരിക്ക് കണ്ടു അല്ലേ? ഒരു ഡെസ്കിന്റെ മേലെ കുരങ്ങനെ പോലെ തുള്ളിച്ചാടി അടിവസ്ത്രം കാട്ടി നടക്കുന്ന ഒരു മനുഷ്യനെ നമ്മൾ കണ്ടു. മൈക്ക് സെറ്റ് എടുത്ത് ഊരി എറിയുന്ന ഒരു കുഞ്ഞമ്മദ് എന്ന MLA, ആ മനുഷ്യന്റെ പേര് അന്നാണ് ഞാൻ കേൾക്കണേ. മൈക്ക് സെറ്റും കമ്പ്യൂട്ടറും എടുത്ത് ഇങ്ങനെ താഴത്ത് കിട്ടുന്ന രംഗം. കസേല ജയരാജൻ KT ജലീലും ഒക്കെ പാടെ കൂടിയിട്ട് ആനയെ ഉന്തി കൊണ്ടുപോകണ ഉന്തി കൊണ്ടുപോയി ആ കസാല താഴോട്ട് വീഴുമ്പോൾ എമ്മാരി വരെ കാളൂട്ട് മത്സരം ജയിച്ച ആളെ പോലെ തുള്ളി ചാടി കളിക്കുന്ന ആളുകൾ. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. നമ്മുടെ കേരളത്തിൽ സ്കൂൾ കുട്ടികളെ പാഠ്യപദ്ധതിയിൽ നിയമസഭ, ലോക്സഭ, രാജ്യസഭ എന്ന പാഠ്യപദ്ധതിയൊക്കെ ഉണ്ട്. അവിടെ പാലിക്കേണ്ട മര്യാദകളൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ വായിച്ചിട്ടൊരു കുട്ടി ചോദിക്കുകയാണ്, വളരെ ബഹുമാനത്തിൽ കാണേണ്ട സഭകളിലെ ഇതൊക്കെ, പക്ഷേ ഈ സഭയിൽ ഇങ്ങനെയൊക്കെ കാണിക്കാവോ അച്ഛാ, അങ്ങനെയൊക്കെ കാണിക്കാവോ ഡാഡി എന്ന് ചോദിച്ചാൽ എന്ത് ഉത്തരാണ് നമുക്ക് പറയാൻ സാധിക്കുക? എന്നിട്ട് പറയാം കേസില്ലേ? അങ്ങനെയാണ് അൻവറിനെതിരെ കേസെടുത്താൽ പോരെ? രാത്രി 2:30 എതിരെ തൂക്കിയെടുത്തുകൊണ്ട്. പിന്നെ ഈ കരിമ്പക്കാല പൊന്നാര ജഡ്ജൻസ് വേറെ നല്ല ക്രിസ്ത്യാനിയിൽ കിട്ടിയില്ല എമ്മാരി ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ. പി സി ജോർജിൻ്റെ അടുത്ത് മൈക്കും കൊണ്ടെടുത്ത് പോത്തത് ഇത്തരം ആളുകളെ പ്രോത്സാഹിപ്പിക്കേണ്ട എന്ന് കരുതിയാണെന്ന് പറഞ്ഞ് ഇതേ നിങ്ങൾ എന്നെ ഇമ്മാതിരി സാധനങ്ങളെ ഇയാൾ എന്തൊക്കെ അവിടെ വന്ന് പറഞ്ഞത് ഇയാൾക്ക് എന്നെ മനസ്സിലായിട്ടുണ്ടത്? എന്താണ് ആനപ്പുറത്ത് എന്താ കയറ്റി ഇയാൾ ഉദ്ദേശിക്കുന്ന ഹമാസിനാണെന്നൊക്കെ തോന്നുന്നത് അല്ലേ? എന്താണ് ഹമാസ്?
അത് ആദ്യം ഇയാളല്ല, ഇയാളെപ്പോലെ കുറേ ആൾക്കാർ മനസ്സിലാക്കണം. ഇന്ത്യ രാജ്യം 37 സംഘടനകളെ ഭീകര സംഘടനകളാക്കി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ ഹമാസ് ഇല്ല, അത് മനസ്സിലാക്കുക. അതുപോലുള്ള പിന്നെ ഹൂത്തികളില്ല, ഹിസ്ബുള്ള ഇല്ല. ആദ്യം എന്ത് ചെയ്യണം, ഒന്ന് നരേന്ദ്രമോദിയോട് പറഞ്ഞിട്ട് ഈ ഹമാസ് എന്ന ഹറാം പറഞ്ഞവരെ കൂടി ഒന്ന് ഭീകര സംഘടനയിൽ പെടുത്തണം എന്ന് പറഞ്ഞാൽ ആദ്യം മോഡിക്കൊരു നിവേദനം കൊടുക്കുക. ആദ്യം അത് ചെയ്യും. ഐക്യരാഷ്ട്രസഭ ഡിക്ലെയർ ചെയ്ത ഭീകര സംഘടനകളിൽ ഹമാസ് ഇല്ല. അമേരിക്ക ഓസ്ട്രേലിയയും ചേർന്ന് 7 തവണ പ്രമേയം കൊണ്ടുവന്നു ഹമാസിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കണം. അതിനെ എതിർത്ത് വോട്ട് ചെയ്ത രാജ്യമാണ് ഇന്ത്യ. അറിയാം, കരിമ്പക്കാല കേൾക്കണ്ട, ഒന്ന് തലമൊന്തിക്ക് കേൾക്കുന്നത്. ലോകത്തൊരു സഭയും അവരെ എന്തായി പ്രഖ്യാപിച്ചാൽ ഇന്ത്യ രാജ്യം പോലും എന്ത് ചെയ്തില്ല, അനുവദിച്ചില്ല, എതിർത്ത് വോട്ട് ചെയ്തു. അതൊരു സ്വാതന്ത്ര്യ സമര സംഘടനയാണ്. ലോകത്തിലെ സ്വാതന്ത്ര്യ സമര പോരാളികളെ എല്ലാവരും ആദരിക്കും. അതുകൊണ്ടാണ് നെൽസൺ മണ്ടേലയെ നമ്മൾ ആദരിക്കുന്നത്, അല്ലേ? മാർട്ടിൻ ലൂതർ കിങ്ങിനെ. ലോകത്തെ എല്ലാവിധ സ്വാതന്ത്ര്യ പോരാളികളോടും നമ്മൾ ഐക്യദാർഢ്യപ്പെടും. അതുപോലെ ഇബ്രാഹിം അനിയെ പോലുള്ള ആളുകൾ സ്വാതന്ത്ര്യ പോരാളികളാണ്. അവരെ അങ്ങനെ തന്നെ കാണുന്ന രാജ്യമാണ് ഖത്തർ. അവർക്ക് പരിരക്ഷ കൊടുത്ത രാജ്യമാണ് ഖത്തർ. ആ ഖത്തറിന്റെ രാജാവിനെയാണ് പ്രോട്ടോകോൾ തെറ്റിച്ച് നരേന്ദ്രമോദി എയർപോർട്ടിലേക്ക് ചെന്നത്. വെറും വിദേശകാര്യ വകുപ്പിന്റെ ഒരു MOSന് വിടേണ്ട കേസാ. എന്നിട്ടും ഹമാസിന് എല്ലാ സംരക്ഷണം ഒരുക്കുകയും ആ ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഖത്തർ പ്രിൻസിനെ, രാജാവിനെ നരേന്ദ്രമോദി സ്വീകരിച്ച രീതി ഈ കരിമ്പക്കാലം ഒന്ന് കാണണം. കാരണം ഖത്തറിനോട് ഇന്ത്യക്കുള്ള ബഹുമാനാണ്, അത് നയ നിലപാടുകളോടുള്ള ബഹുമാനാണ്. അതുകൊണ്ട് ഈ ഹറാത്ത് പിന്നെ ഹംക്ക് എന്നൊക്കെ പറഞ്ഞ പോലെ ഈ ഹമാസിന്റെ അർത്ഥം ആ ചങ്ങാതിക്ക് തിരിവില്ല, ഒന്ന് പറഞ്ഞു കൊടുക്കുക ആ കരിമ്പക്കാലക്ക്. ശരി, കരിമ്പക്കാലം എന്തെങ്കിലും പറയാറുണ്ടോ മറുപടി? ഞാൻ വളരെ ബഹുമാനത്തോടു കൂടി പറയട്ടെ. ശ്രീ ഷാഫി ഞാൻ കരുതിയിരുന്നത് മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവാണ്. അദ്ദേഹം സാധാരണഗതിയിൽ അത്ര വലിയ ഒരു തീവ്ര നിലപാടൊന്നും എടുത്ത് ഞാൻ അങ്ങനെ സാധാരണ കാണാറില്ല. വളരെ ഒരു മര്യാദക്കാരനായ നല്ലൊരു വ്യക്തി എന്ന് കരുതിയിരിക്കുകയായിരുന്നു. പക്ഷേ എന്താ പറയുക, ഇന്ന് പറഞ്ഞത് തീർത്തും വിവരദോഷമായി പോയി എൻ്റെ ഷാഫിക്ക. ഹമാസിനെ കുറിച്ച് പറഞ്ഞതായിരിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നെൽസൺ മണ്ടയുടെ അളിയന്മാരാണത്. ഒരു കുഞ്ഞിനെ, മാസങ്ങൾ പ്രായമുള്ള ഒരു കുഞ്ഞിന്റെ ശരീരം ഇതൊന്നും അറിയാൻ പാടില്ലാത്ത ആളല്ലല്ലോ നരേന്ദ്രമോദി. നരേന്ദ്രമോദി എന്താ ചെയ്തത്? ഹമാസിനെതിരെ ഇന്ത്യ വോട്ട് ചെയ്ത കാര്യം പറയുന്നത്. നിങ്ങൾ ഇപ്പോൾ സംസാരിക്കുന്നത് ഇന്ത്യക്കെതിരെയാണ്. കെന്നഡി കരിമ്പക്കാല, ഇന്ത്യ അന്താരാഷ്ട്ര വേദിയിൽ എടുത്ത ഒരു നിലപാടിനെതിരെയാണ് നിങ്ങൾ സംസാരിക്കുന്നത്. നിങ്ങൾ സംസാരിക്കുന്നത് ഇന്ത്യ അന്താരാഷ്ട്ര വേദിയിൽ എടുത്ത ഒരു നിലപാടിനെതിരെയാണ് കെന്നഡി കരിമ്പക്കാല. നിങ്ങളാണ് രാജ്യത്തിനെതിരെ സംസാരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യക്ക് ഒരു വിദേശ നയമുണ്ട്. പ്രഖ്യാപിച്ചാൽ പോരെ? വോട്ടിങ്ങിന് വരുമ്പോൾ വോട്ട് ചെയ്താൽ പോരെ? നിങ്ങൾ രാജ്യം അന്താരാഷ്ട്ര വേദിയിൽ സ്വീകരിച്ച നിലപാടിനെതിരെ നിങ്ങൾ സംസാരിക്കുന്നു. നിങ്ങൾ രാജ്യത്തിന്റെ വിദേശ നയത്തിനെതിരെ സംസാരിക്കുന്നു. അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ എന്നെ പണി പഠിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങളെല്ലാം കൂടി ഇരുന്ന് ഒരു കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാതെ ഇന്ത്യ താലിബാനെ ക്ഷണിക്കാൻ പോവാണ്. ഇന്ത്യയിൽ താലിബാന്റെ അംബാസഡർ ഉണ്ടാകാൻ പോവാണ്. ഇന്ത്യക്ക് വിദേശ നയത്തിൽ കാതലായ മാറ്റങ്ങൾ വരുന്നുണ്ട്. മാറ്റം വരുത്തരുത്. താലിബാനുമായി നിങ്ങൾ ഡിപ്ലോമാറ്റിക് റിലേഷൻ പാടില്ല എന്ന് കെന്നഡി കരിമ്പക്കാലയ്ക്ക് ഒരു നിവേദനം കൊടുത്തുകൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക്? അടങ്ങ്. ഫോറിൻ പോളിസിയുടെ സ്ട്രാറ്റജികളെ കുറിച്ച് സംസാരിക്കാൻ വിവരമുള്ളവർ ആരും ഈ പാനലിൽ നിലവിൽ ഞാനടക്കം ഇല്ല എന്ന് കരുതുന്നു. ആ ഫോറിൻ പോളിസി അങ്ങ് വിട്ടുകളാം. പിന്നെ ഈ ലോകോത്തര ക്രിമിനലുകളെ ന്യായീകരിച്ച ഷാഫി, ഈ ലോകം മുഴുവൻ താങ്കളെ കണ്ടു, താങ്കളെ കേട്ടു. ഇനി പ്രേക്ഷകർ തീരുമാനിക്കട്ടെ ആരാണ് എന്താണ് പറഞ്ഞത്. വളരെ നന്ദി ശ്രീ കെന്നഡി കരിമ്പക്കാല, ശ്രീ റെജി ലൂക്കോസ്, ശ്രീ ഷാഫി ചാലിയം ഇത്രയും സംസാരിച്ചതിനിടെ.